ഇന്ന് നമുക്ക് ഈ വചനം പങ്കുവെക്കാനായി നമ്മളോട് ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് മഞ്ഞാക്കൽ അച്ഛനാണ്. അദ്ദേഹം നമ്മൾ അറിയാം, എല്ലാവർക്കും അറിയാം, ഡയറക്ടർ ഒരാളാണ്. അദ്ദേഹം നമുക്ക് ഈ ഏറ്റവും യോഗ്യനായ ഒരു അച്ഛനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽപ്പുറം വേറെ ആളെ ഒന്ന് കിട്ടാൻ കാരണം ശുദ്ധീകരണ സ്ഥലത്ത് ഇന്നുള്ളതിൽ വെച്ച് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാർക്ക് വേണ്ടിയിട്ട് അവരെ പറ്റി സംസാരിക്കാനും നമുക്ക് ബോധ്യം നൽകാനായിട്ട് പറ്റിയ ഏറ്റവും നല്ല അഭിഷിക്തനെയാണ് നമുക്ക് കർത്താവ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അച്ഛൻ പലവിധ രോഗപീഠകളിലെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അച്ഛൻ ഒരു ഓൾമോസ്റ്റ് എല്ലാ സമയം വിദേശത്താണ് ജോലി. ജർമ്മനിയും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമാണ് അച്ഛൻ ജോലി ചെയ്യുന്നത്. അച്ഛന്റെ ശുശ്രൂഷ മേഖലയുടെ ആ ഭാഗത്താണ്, യൂറോപ്യൻ കൺട്രീസ്, പ്രത്യേകിച്ച് ജർമ്മനിയിലാണ്. അപ്പൊ അച്ഛൻ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന അച്ഛനാണ്. അപ്പൊ അച്ഛനൊരു നല്ലൊരു പുസ്തകം ഇട്ട് നിത്യത ദർശിച്ച നിമിഷങ്ങൾ. അച്ഛൻ അതികഠമായ രോഗത്തിന് മരണം വരെ കണ്ട നിമിഷങ്ങളുണ്ട്, മരണത്തിലൂടെ കടന്ന നിമിഷങ്ങൾ എന്ന് പറയാം. ആ സമയങ്ങളിലൊക്കെ അച്ഛന്റെ ഇച്ചിരി പുസ്തകമാണ് നിത്യത ദർശിച്ച നിമിഷങ്ങൾ എന്ന് പറയുന്ന പുസ്തകം അച്ഛൻ നമുക്ക് കൊണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിലൂടെ അച്ഛൻ അനുഭവിച്ച ആ സമയത്തെ അവസ്ഥകളും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ, കുഞ്ഞാക്കൽ അച്ഛനെ, ഞങ്ങളെ ഇന്നത്തെ ഈ വചനവേദിയിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി ശുദ്ധീകരണത്തിലെ ആൾമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയെ ഈ മക്കൾക്ക് കൊണ്ട് വചനം പങ്കുവെക്കാൻ വന്ന അച്ഛനെ ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്തു. അച്ഛാ, ഈശ്വംശിയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. എനിക്കും ഏറെ സന്തോഷമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു സന്ദേശം തരുവാനും നിങ്ങളോടൊത്ത് പ്രാർത്ഥിക്കുവാനും ഒരവസരം കർത്താവ് ഒരുക്കിയതിന്. നമുക്ക് പ്രാർത്ഥനാത്മകമായിട്ട് കർത്താവിൻ്റെ ചാരത്ത് അണിയാം. നിന്റെ അരുവിയിൽ അണഞ്ഞിടുവാൻ, നിന്റെ അരുവിയിൽ നിന്നു നുകരാൻ, നിന്റെ അരുവിയിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ. നിന്റെ ഹൃദയത്തിൽ അണഞ്ഞിടുവാൻ, നിന്റെ ഹൃദയത്തിൽ നിന്നു നുകരാൻ, നിന്റെ ഹൃദയത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ. നിന്റെ സ്നേഹത്തിൽ അണഞ്ഞിടുവാൻ, നിന്റെ സ്നേഹത്തിൽ നിന്നു നുകരാൻ, നിന്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ, എന്നെ അനുവദിക്കുക നാഥ. കർത്താവേ, ഇപ്പോൾ ഈ സൂമില് സംബന്ധിക്കുന്ന ഓരോരുത്തരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക്, പ്രത്യേകിച്ച് അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഈ വെള്ളിയാഴ്ച ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ട ആ ഹൃദയം ഞങ്ങൾക്ക് അഭയം തരുന്നല്ലോ. അവിടെ നിന്നുള്ള ആ തിരിച്ചോര ഈ നിമിഷം ഇവരുടെ മേൽ ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ ശുദ്ധീകരിക്കുവാൻ, പൗത്രീകരിക്കാൻ ഇടയാക്കണമേ. ആ ജീവജലം, ആ പരിശുദ്ധാത്മാവ് ഇവരുടെ ഹൃദയത്തിലേക്ക് ഒഴുകട്ടെ. അടുത്ത നിമിഷങ്ങളിൽ ഞാൻ ഇവരോട് പങ്കുവയ്ക്കുന്ന സന്ദേശം ഗ്രഹിക്കുവാനും അർത്ഥവും പൊരുളും മനസ്സിലാക്കി ജീവിതത്തെ ധന്യമാക്കുവാനും പരിശുദ്ധാത്മാവേ അവിടുത്തെ വിജ്ഞാനം, അറിവ് കൊടുക്കണമേ, ധൈര്യം കൊടുക്കണമേ. അമ്മേ, നല്ല അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധിയിൽ വളരുവാൻ, വിശുദ്ധിയിൽ ഉയരുവാൻ, വിശുദ്ധിയിൽ കർത്താവിനോടുകൂടി ആയിരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മേ. വിശുദ്ധ ഔഷധ പിതാവേ, സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ, മരണം മൂലം വേർപെട്ട ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, പൂർവികന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് ബേബി സാറ് എനിക്ക് തന്നത്. കാരണം 14 വർഷമായിട്ട് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഞാൻ ലോകം മുഴുവൻ ചുറ്റുന്നുണ്ടെങ്കിലും
ഉറക്കമില്ലാത്ത ഏറെ രാത്രികൾ എനിക്കുണ്ട്. വേദനയുടെ ദിവസങ്ങളും രാത്രികളും. അവിടെയൊക്കെ ശുദ്ധിരാത്മാക്കളോട് പ്രസംഗിക്കുവാനും അവരോടൊത്തായിരിക്കുവാനും അവരുടെ പാപങ്ങൾക്ക് മോചനം കൊടുക്കുവാനും തിരക്തം പിടിച്ച് കഴുകാനും ഇങ്ങനെ പല ശുശ്രൂഷകളും നിത്യതയിൽ ചെയ്യുവാൻ കർത്താവിനെ ഏൽപ്പിച്ചു. എല്ലാം പങ്കുവെക്കുവാൻ സമയമില്ല. എങ്കിലും എൻ്റെ മനസ്സിലിപ്പോൾ കർത്താവ് പ്രചോദിപ്പിക്കുന്നത് മക്കളെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. ആദ്യമായിട്ട് ശുദ്ധീകര സ്ഥലത്തെപ്പറ്റി. ഇങ്ങനെ ഒരു സ്ഥലമുണ്ടോ, അതിൻ്റെ ആവശ്യമുണ്ടോ, അത് വേണ്ട എന്ന് പറയുന്ന ധാരാളം ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. നമുക്കറിയാം കത്തോലിക്ക സഭ മാത്രമാണ്, പിന്നെ കുറെ ഓർത്തഡോക്സിന്റെ ഒരു ഭാഗവും ഇപ്രകാരം ശുദ്ധീകരണ തലത്തിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ള സമൂഹങ്ങളിൽ നിന്നുള്ള സ്വാധീനം കൊണ്ട് കത്തോലിക്കൽ പലരും ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ വിസ്മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ വചന ശുശ്രൂഷയ്ക്ക് അർത്ഥമുണ്ട്. നമുക്ക് ആദ്യമായിട്ട് പറയട്ടെ, ചില ആളുകൾ പറയും ശുദ്ധീകരണ സ്ഥലമല്ല, ഒരു അവസ്ഥയാണ്. മാർപ്പാപ്പ പോലും പറയുന്നു ഈ മാർപ്പാപ്പ അല്ല ഇതിനു മുമ്പ്, കാരണം ഒരു സ്ഥലമാണ്. കാരണം ബൈബിളിലുടനീളം സ്ഥലമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധന്മാരുടെ പഠനത്തിലും അത്. ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട്, ആത്മാവിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് പലരും അതിനെ ഒരു അവസ്ഥയായിട്ട് പറയുന്നു. നിശ്ചയമായിട്ടും ശുദ്ധീകരണം ഒരവസ്ഥയാണ്, പക്ഷെ അതൊരു സ്ഥലത്താണ്. സ്വർഗം ഒരു സ്ഥലമാണ്, നരകം ഒരു സ്ഥലമാണ്, ശുദ്ധീകരണ സ്ഥലവും ഒരു സ്ഥലം. നമ്മൾ നോക്കുമ്പോൾ സ്ഥലം എന്ന് പറഞ്ഞാൽ കോട്ടയം, മണ്ടകാട്, കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ സ്ഥലങ്ങൾ, അങ്ങനെ ചിന്തിക്കാനേ നമുക്കറിയത്തുള്ളൂ. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, വിവിധ അളവിലും വ്യാപകമായിട്ടും വിവിധങ്ങളായ തലങ്ങൾ ഉണ്ട് അത് സ്ഥലങ്ങൾക്ക്. ഉദാഹരണമായി നമുക്കറിയാം, ഈ സ്പേസിലേക്ക് പോകുന്നു, ശൂന്യാകാശത്തിലേക്ക്. അവിടെ നമുക്കറിയാം ഗുരുത്വം, ആകർഷണമില്ല. അവിടെയൊക്കെ അത് യാതൊരുവിധ ബന്ധനവും ഇല്ലാതെ പോകുന്നു. അതൊരു വേറെ ഡയമെൻഷനാണ്, അതൊരു സ്ഥലമാണ്. അതുപോലെ നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനോ അളക്കാനോ പറ്റാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു സ്ഥലം, അത് സ്ഥലം തന്നെയാണ്. അത് നമുക്ക് ഈ സ്ഥലവും നമ്മുടെ ബുദ്ധി കൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും അളക്കാവുന്നേ അറിയത്തുള്ളൂ. എന്നാൽ നിത്യതയിലെ സ്ഥലം അത് മനസ്സിലാക്കണമെങ്കിൽ ആത്മാവിന്റെ കൃപയുണ്ടെങ്കിലേ സാധിക്കൂ. അതുകൊണ്ട് ആ പറഞ്ഞ ഒരു സ്ഥലമാണ്. കാരണം എൻ്റെ പുസ്തകം നിങ്ങൾ ഒരു പക്ഷേ വായിച്ചു കാണും, ഇല്ലെങ്കിൽ വായിക്കണം. ഞാൻ കോമായിലായിരുന്നപ്പോൾ കർത്താവ് എന്നെ ശുദ്ധീകരണ സ്ഥലവും സ്വർഗവും നരകവും എല്ലാം കാണിച്ചു. ഇതിനെ പുരസ്കരിച്ച് ഞാൻ എഴുതിയ പുസ്തകം കാരിസ്മാനിലുണ്ട്, നിങ്ങൾക്കറിയാം, നിത്യത ദർശിച്ച നിമിഷങ്ങൾ. അവിടെയെല്ലാം ഞാൻ കണ്ടത് സ്ഥലങ്ങൾ ആണ്. ഈ നമ്മുടെ ഇവിടുത്തെ സ്ഥലമല്ലെന്ന് മാത്രം, വേറൊരു സ്ഥലം ആണ്. ഇനിയും പ്രിയപ്പെട്ടവരെ, ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക രക്ഷ പ്രാപിച്ചവരെല്ലാം വിശുദ്ധർ ആണ്. തിരുസഭയെ പറയുന്നത് വിശുദ്ധരുടെ കൂട്ടായ്മ എന്നാണ്. സ്വർഗത്തിലുള്ളവരെ വിശുദ്ധരുടെ കൂട്ടായ്മ എന്ന് പറയുന്നു. അതുപോലെ ശുദ്ധീകരണ സ്ഥലവും. ഇവിടെയാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയാറില്ലേ, പുണ്യവാന്മാരുടെ ഒരുമ്പാടിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ. എന്താണ് ഈ പുണ്യവാന്മാരുടെ ഐക്യം? തിരുസഭയ്ക്ക് 3 ഡയമെൻഷൻ അഥവാ 3 അവസ്ഥയുണ്ട്. അതിലൊന്നാണ് സ്വർഗത്തിലെ, അതായത് വിശുദ്ധി പൂർണ്ണമായിട്ട് അനുഭവിക്കുന്നവരുടെ കൂട്ടായ്മ. മാതാവും ഔഷപിതാവും മറ്റ് വിശുദ്ധരും രക്തസാക്ഷികളും ഒന്നിച്ച് ആ വിശുദ്ധിയുടെ പൂർണിമ അനുഭവിക്കുന്നവർ. അതാണ് മഹത്വീകൃതമായ സഭ. 2, വിശുദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവർ, അതായത് തീയില് ദഹിച്ച്
ദഹിപ്പിക്കേണ്ടവയെ ദഹിപ്പിച്ച് ആ വിശുദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അതാണ് ശുദ്ധീകരണ സ്ഥലം. ഇനിയും ഈ ലോകത്തിൽ നമ്മൾ, നിങ്ങളും ഞാനും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ. അപ്പോൾ ഞാനിത് തരം തിരിച്ചു പറയുകയാണ്. ഈ ലോകത്തുള്ളവർ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട ആളുകളുടെ കൂട്ടായ്മ. ഈ വിളിക്കപ്പെട്ട നമ്മൾ, നമുക്കറിയാം, ജഡത്തോടും ലോകത്തോടും പിശാചിനോടും പൊരുതുകയാണ്. അതുകൊണ്ടാണ് ഒരു യുദ്ധം ചെയ്യുന്ന സഭയാണിത്. യുദ്ധം ചെയ്യുന്ന പോരാടുന്ന യോദ്ധാക്കളാണ് നമ്മൾ. അപ്പോൾ വിശുദ്ധിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം ഇവിടെ. ഇനി ഈ നെട്ടോട്ടം കഴിയും നമ്മൾ അവസാന ശ്വാസം വിടുമ്പോൾ. അപ്പോൾ നാം എങ്ങോട്ടാ പോകുന്നത്? അതിപരിശുദ്ധനായ ദൈവത്തെ മുഖാമുഖം കാണാൻ. ഓർക്കണമേ, വിശുദ്ധ ത്രിത്വത്തിന്റെ അടുത്ത് ശരാസമയം മലഹാമാർ പറയുകയാണ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പോൾ അതിപരിശുദ്ധിയുടെ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് പരിശുദ്ധി കൂടിയേ തീരും. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ വേറെ വരിയുമ്പോഴേ ആ അതിപരിശുദ്ധി നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ അവരല്ല. അതുകൊണ്ടാണ് ഈ പൂർണ്ണ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് അത് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ആ വിശുദ്ധിയുടെ സ്ഥലത്ത്, അതിവിശുദ്ധിയുടെ സ്ഥലത്ത് തമ്പുരാനെ മുഖാമുഖം കാണണമെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം 5:8 വ്യക്തമായി പറയുന്നു, ദൈവത്തെ കാണുവാൻ ഹൃദയശുദ്ധി വേണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഹൃദയ പരിശുദ്ധി ഉണ്ടെങ്കിൽ ദൈവത്തെ കാണാൻ പറ്റും. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12:14 പറയുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ കാണാൻ സാധ്യമല്ല. ഹല്ലേലൂയ. വിശുദ്ധി കൂടാതെ കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല. നമ്മൾ അത് ഒന്നുകൂടി വായിക്കുന്നുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം അധ്യായം 2, യോഹന്നാൻ അധ്യായം 3, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാകാൻ ലോകം നമ്മെ അറിയുന്നില്ല. കാരണം അതവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാണ്. അവിടുന്ന് ആയിരിക്കുന്ന പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവർ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ തന്നെ വിശുദ്ധനാകും. ഹല്ലേലൂയ. വാഗ്ദാനം മരണത്തിന് ശേഷം നമ്മൾ അവിടുന്ന് ആയിരിക്കുന്ന പോലെ മുഖാമുഖം കാണുമെന്ന്. അത് സാധിക്കണമെങ്കിൽ അതിപരിശുദ്ധിയിൽ വസിക്കുന്ന ആ തമ്പുരാനെ കാണാനായിട്ടുള്ള വിശുദ്ധി നമുക്ക് വേണം. ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, റീത്തയായാലും സൂസനായാലും ആലിസായാലും അന്നമ്മയായാലും ആൻഷിയായാലും ആരായാലും ഉള്ളിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കും ആ പരിശുദ്ധി നമുക്കില്ല എന്ന്. പ്രാർത്ഥിക്കുന്നുണ്ട്, പുരാശനെ സമർപ്പിക്കുന്നുണ്ട്, കരവിശുദ്ധിക്ക് വേണ്ടി കുമ്പസാരിക്കുന്നുണ്ട്. എങ്കിലും ഈ അതിപരിശുദ്ധനെ കാണുവാനുള്ള ആ വിശുദ്ധി നമുക്കുണ്ടോ? ഇനി നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ലക്ഷ്യം അഥവാ ആകത്തുക ഈശോ പഠിപ്പിക്കുന്നുണ്ടല്ലോ. മത്തായി എഴുതിയ സുവിശേഷം 5:48 നമ്മുടെ പിതാവായ ദൈവം പരിപൂർണനായിരിക്കുന്ന പോലെ അതെ നമ്മളും പരിപൂർണനായിരിക്കും. നമുക്ക് നെഞ്ചത്ത് കൈവച്ച് നോക്കണം, ഞാൻ ആ പരിപൂർണ നേടിയിട്ടുണ്ടോ? ഞാൻ നേടുന്നു. ഈ ലോകത്തിൽ ഈ ജനത്തിൽ ജീവിക്കുന്ന എനിക്ക് ഈ പരിപൂർണത ഒരുപക്ഷെ ലഭ്യമല്ല. ഇവിടെയാണ് പ്രിയ മക്കളെ
ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, വിശുദ്ധ കത്തോലിക്ക സഭയുടെ മഹത്വം കാണുന്നത് മരണശേഷവും പാപങ്ങൾക്ക് മോചനം കിട്ടി കർത്താവിന്റെ കരുണ പ്രാപിച്ച് അതിവിശുദ്ധിയിലേക്ക് പോകാമെന്ന് പഠിപ്പിക്കുന്ന ഏക സഭ കത്തോലിക്ക സഭ. ഹല്ലേലൂയ. അതായത് ഞാൻ പറയും, ദൈവകരുണയുടെയും ദൈവസ്നേഹത്തിന്റെയും മൂർത്തിഭാവം പഠിപ്പിക്കുകയും അത് നമ്മളെ മനസ്സിലാക്കി തരികയും അങ്ങനെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി നമ്മളെ ഒരുക്കുകയും ചെയ്യുന്ന ഒരു വലിയ സഭയാണ് കത്തോലിക്ക സഭ. ഇവിടെ ഞാൻ സഭയെന്ന് പറയുമ്പോൾ സഭയാ, മതമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓർക്കണം, ആ മതങ്ങളുടെ കാര്യമല്ല ഞാനിവിടെ പറഞ്ഞത്. കത്തോലിക്ക സഭ അതായത് യേശുവിന്റെ ശരീരം. പ്രിയമുള്ളവർ, നമ്മൾ വായിക്കുന്നുണ്ട് പഴയ നിയമത്തില് മിക്ക പ്രവാചകൻ എപ്രകാരം ആ കടലിനെ പറ്റി നമ്മളെ പഠിപ്പിക്കുന്നുവെന്ന്. മിക്ക പ്രവാചകൻ അധ്യായം 7-18 മുതൽ വചനങ്ങൾ. മിക്ക തന്റെ അവകാശത്തിന്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങേപ്പോലൊരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തന്റെ കോപം എന്നേക്കുമായി വച്ച് പുലർത്തുന്നില്ല. എന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മുടെ കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമടിക്കും. ആഴിയുടെ അകാരത്തിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. ഹല്ലേലൂയ. മനോഹരമായ വാക്ക്. വീണ്ടും കാരുണ്യം കാട്ടും. നിങ്ങൾ മനസ്സിലാക്കണം, ഇതര സഭകൾ, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് സഭകൾ, നാം മരിക്കുമ്പോൾ നിദ്ര ചെയ്യുന്നു, ഒന്നെങ്കിൽ അതിനുശേഷം വിരിനാളിൽ നരകത്തിലേക്ക് അല്ലെ സ്വർഗത്തിലേക്ക് ഒരു ഇടവിധാനം കരുണയ്ക്കായിട്ട് ഉണ്ടെന്ന് പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. ഇതാണ് അത് നമ്മുടെ കത്തോലിക്ക ജീവിതത്തിന്റെ മഹനീയത മക്കളെ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്, അവർക്ക് വേണ്ടി ഒരുപക്ഷെ ദിവബലി അർപ്പിക്കാത്തത്, പരിത്യാഗങ്ങൾ അർപ്പിക്കാത്തത്. പ്രിയമുള്ളവരെ, നമുക്ക് കാണാൻ സാധിക്കും പഴയ നിയമത്തിൽ തന്നെ. പഴയ നിയമം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് മുമ്പ് അവർ ക്രിസ്തുവിന് പുറത്തുള്ള വിജാതിയം, ഹിന്ദുമതം, ഇസ്ലാം മതം ഒക്കെ മരണശേഷം ശുദ്ധീകരണം പ്രാപിക്കാമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ഭാഗമാണ്. അത് ഞാൻ വായിക്കുകയാണ്. കാരണം വായിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തത ഉണ്ടാകും. മക്കബയക്കാർക്ക് എഴുതിയ മക്കബയക്കാരുടെ പുസ്തകം, 2-ാം പുസ്തകം, അധ്യായം 12. മക്കബയ അധ്യായം 12, 38 മുതൽ വചനങ്ങൾ ഞാൻ വായിക്കുന്നു. കാരണം അതിന്റെ ഓരോ വാക്കും ഏറെ അർത്ഥമുള്ളതാണ്. യൂദാസ് തന്റെ സൈന്യത്തെ വിളിച്ചു കൂട്ടി അദുല്ല നഗരത്തിലേക്ക് പോയി. 7-ാം ദിവസം സമീപിച്ചിരുന്നതിനാൽ അവർ മുറപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് താപത്ത് ആചരിച്ചു. യുദ്ധത്തിൽ മൃതി അറിഞ്ഞവരെ കൃതുകുടീരത്തിൽ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യൂദാസും അനുയായികളും പിറ്റേന്ന് തന്നെ ജഡങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പുറപ്പെട്ടു. അതായത് നമുക്കറിയാം, എല്ലാ കാലത്തും ഇസ്രായേൽ യുദ്ധമാണ് അല്ലേ? ഇന്നും യുദ്ധം, അന്നും യുദ്ധം. അപ്പോൾ യുദ്ധത്തിൽ ഏറെ പേർ മരിച്ചു. അപ്പൊ അവരെ എല്ലാവരെയും അടക്കണം അവരവരുടെ കബറിടങ്ങളിൽ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ശവം കൊണ്ടുവന്നു. ഇനി നോക്കണമേ, 40-ാം വചനം. അവ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ ജാമ്യായ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു. ഹല്ലേലൂയ. അതായത് യഹൂദർക്ക് നിഷിദ്ധമായ തകിട്, നമ്മളും പറയരുത് തകിട് കെട്ടരുതെന്ന്, പച്ച കുത്തരുത്, അത് ഇതൊക്കെ നമ്മളും പറയുന്നതാണ്. അപ്പോൾ ഈ പട്ടാളക്കാരൻ അത് ഇപ്രകാരം, അതായത് യാമ്യാന്റെ വിഗ്രഹങ്ങളുടെ ചിത്രം ഉണ്ടായിരുന്നത്. നമ്മൾ ഓർക്കേണ്ടത്, വിജാതീയ ചിത്രങ്ങൾ, വിജാതീയ പടങ്ങൾ ഭവനത്തിൽ വെക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്നു. ഇതൊക്കെ എപ്രകാരം നമ്മുടെ സ്വർഗപ്രാപ്തിക്കും വിശുദ്ധ ജീവിതം തടസ്സമാണ്. ഇനിയും യഹൂദർക്ക് ധരിക്കാൻ നിഷിദ്ധമായി. ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് അവർക്ക് വ്യക്തമായി. ഹല്ലേലൂയ. പല വിജാതീയ ചിഹ്നങ്ങളും വിജാതീയ പ്രാർത്ഥനകളും വിജാതീയ മന്ത്രങ്ങളും രീതികളും
ഒരുപക്ഷെ നമ്മെ മരണത്തിലെത്തിച്ചെന്ന് വരാം. അതായത് ജീവനായ തമ്പുരാനെ നമ്മളെ അകറ്റിയെന്ന് വരാം. അതുകൊണ്ടാണ് കൃത്യം പറയാണ് ആ യഹൂദർക്ക് മനസ്സിലായി അവർ മരിക്കാൻ കാരണമെന്ന്. ഇനിയും നീതിമാനായ വിധിയാനും നിഗൂഢമായി വെളിപ്പെടുത്തുന്നതിനുമായ കർത്താവിന്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി. ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി. പാപം നിമിത്തം മരണത്തിന് ഇരയായവർക്ക് സംഭവിച്ചത് എന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു. അനന്തരം അവരിൽ നിന്നും 2000-ഓളം രാക്മ വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിയായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. മരിച്ചവർ ഉയർക്കുമെന്ന പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വമാകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവർ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. ഹല്ലേലൂയ. പലപ്പോഴും മറ്റ് ഇതര സഭകളിൽപ്പെട്ടവരോട് വായിക്കാറുണ്ട്. അതിനൊരു കാരണം അവരാർക്കും ഈ മക്കബീസ് പുസ്തകം ഇല്ല. ഹല്ലേലൂയ. സമ്പൂർണ്ണ ബൈബിൾ നമുക്കേ ഉള്ളൂ. 7 പുസ്തകങ്ങൾ അവർക്കില്ല. ആ 7 പുസ്തകങ്ങളിൽ മനോഹരമായിട്ട്, അതാണ് സമ്പൂർണ്ണ ബൈബിൾ, പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടാ. ഉദാഹരണം സൂസന്നയുടെ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ മരിച്ചുപോയവർക്കുള്ള പ്രാർത്ഥനയെ പറ്റിയും പറയുമ്പോൾ അവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മരണശേഷം അത് കൃത്യം പറയാണ്, മോചനമുണ്ട് എന്ന് അവർ വിശ്വസിച്ചത് കൊണ്ടാണ് ബലിയർപ്പിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ മക്കളെ, ഇവിടെ പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നു. നാം തന്നെ ഒരു പക്ഷേ പാപത്തോടെ മരിക്കുന്നു, അഥവാ നമ്മുടെ മാതാപിതാക്കൾ പാപത്തോടെ മരിച്ചു. അവർ സ്വർഗത്തിൽ പോകുമോ? ഇതൊരു ചോദ്യമാണ്. അതിനാണ് കർത്താവിന്റെ വലിയ കരുണാഹൃദയത്തിലേക്ക് നമ്മൾ നോക്കേണ്ടത്. അതാണ് ആ കരുണയുടെ സമുദ്രമാണ് ആ മിക്ക പ്രവാചകൻ പറഞ്ഞതുപോലെ ശുദ്ധീകര സ്ഥലം. ഹല്ലേലൂയ. അവിടെ ശുദ്ധീകരിക്കപ്പെടുന്നു. അതെ, അവർ പറയും ഇത് ബൈബിൾ പരമല്ല. ഇനി ഞാൻ ഈ ബൈബിളാണ് വായിച്ചത്. ഇനി നമുക്ക് കാണാൻ സാധിക്കും മത്തായിയുടെ സുവിശേഷം 12:37. മത്തായി 12:37. നമുക്കറിയാം കർത്താവ് എല്ലാ പാപങ്ങളും ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. മലയാളം അറിയാവുന്നവരാ അല്ലേ? നമ്മള് അരിക്കഞ്ഞി കഴിക്കുന്നവരാ അല്ലേ? വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടാം എന്നല്ലേ അത് സൂചിപ്പിക്കുന്നത്. അതായത് ഇവിടെയും ക്ഷമിക്കപ്പെടുകയില്ല, വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അതെ, മരണശേഷം ക്ഷമിക്കപ്പെടാൻ കഴിയും എന്നതാണ്. മത്തായിയുടെ സുവിശേഷം 5:26. മത്തായി 5:26. അതെ, ശത്രുക്കളോട് രമ്യപ്പെടണമെന്ന് പറഞ്ഞ ഭാഗത്ത് പറയാണ്, ശത്രുക്കളോട് രമ്യപ്പെടുന്നില്ല എങ്കിൽ അവസാനത്തെ ചില്ലിക്കാശ് കൊടുക്കുന്നവരെ അത് അവിടെ നിന്ന് പുറത്തു വരാൻ സാധ്യമല്ല എന്ന്. ഹല്ലേലൂയ. അപ്പോൾ മരണശേഷം ഒരു തടവറയുണ്ട്. ആ തടവറയിൽ നിന്ന് പുറത്തു വരുവാൻ അതെ അവസാനത്തെ ചില്ലിക്കാശ് പോലും കടം വീട്ടണം എന്ന് വ്യക്തമായി പറയുന്നു. പ്രിയമുള്ളവരെ, അതെ, ഇത് ബൈബിൾ അത് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, അടുത്തൊരു നാളിൽ ഞാൻ എഴുതിയ പുസ്തകം ശുദ്ധീകരാത്മാക്കളുടെ കൂടെ എന്ന്. അതിനകത്ത് ഇതെല്ലാം അത് വളരെ വ്യക്തമായി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ 1 മണിക്കൂർ ഇതൊന്നും പറയാൻ സാധിക്കുന്ന കാര്യമല്ല. കാരിസ്ഭവനിൽ കിട്ടും, വാങ്ങിച്ചു, വായിച്ചു. പ്രിയമുള്ളവരെ, എന്നെ ഇതിന് പ്രചോദിപ്പിച്ച, ഈ പുസ്തകം എഴുതാൻ ഏറെ പ്രേരിപ്പിച്ച ഒരു സാക്ഷ്യം കാരിസ്ഭവനിലാണ്. നിങ്ങൾക്കറിയാം, 903 എന്നെ പിടിച്ചുകൊണ്ടുപോയി തസ്കരന്മാര് കൈയും കാലൊക്കെ മുറുക്കുകയും എന്നെ പീഡിപ്പിക്കുകയെല്ലാം ചെയ്തു. അതിനുശേഷം ഞാൻ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. പോലീസിനോട് പറയാതെ പുറത്തൊന്നും പോകത്തില്ല. ഞാൻ വൈകുന്നേരം ഒരു ദിവസം പള്ളിയിൽ പ്രാർത്ഥിച്ച് പുറത്തേക്ക് വരികയാണ് അത്താഴം ഉണ്ണാൻ. അപ്പോൾ ഒരു ചേട്ടത്തി കുടുക്കൊണ്ട്
എൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു, അച്ഛാ എൻ്റെ വീട്ടിൽ നിന്ന് വരാവോ? ഞാൻ പറഞ്ഞു, എനിക്കിപ്പം വരണമെങ്കിൽ പോലീസിന്റെ അനുവാദം വേണം. അറിയാൻ പോലീസിനോട് ചോദിക്കാം, അച്ഛാ ഞാൻ ടാക്സി ആയിട്ടാണ് വന്നിരിക്കുന്നത്, എൻ്റെ മകൻ കുടിയനാണ്, അവന് ദൈവവിശ്വാസമില്ല, എല്ലാവരെയും ചീത്ത വിളിക്കും, എൻ്റെ ഭർത്താവ് അവൻ്റെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്, പൊന്നെ പൊടിയെന്ന് കണ്ട് ഞാൻ വളർത്തുക അച്ഛാ. ഇപ്പൊ അവനെ തെറി വിളിക്കും, അച്ഛന്മാരെ തെറി പറയും, പള്ളിയെ തെറി പറയും, അവൻ ആസ്മാ രോഗം, ശരീരത്തെ സോറിയാസിസ് രോഗം. അച്ഛൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നാൽ അവന് മാനസാന്തരവും രക്ഷയും ഉണ്ടാകുന്ന എനിക്ക് വിശ്വാസമാണ്. അച്ഛൻ ഒന്ന് വന്ന് അവനെ തുടർന്നാൽ ഒരു ആശീർവാദം കൊടുത്താൽ മതി അച്ഛൻ. എനിക്ക് ആ സ്ത്രീയോട് ഒത്തിരി അനുകമ്പ തോന്നി. അപ്പൊ ഞാൻ എൻ്റെ അധികാരിയോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അയ്യോ അച്ഛാ ഇപ്പൊ ഈ വൈകുന്നേരം പോകാൻ ഒരു അനുവാദവും ഇല്ല, നാളെ ചെല്ലാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മച്ചി നാളെ വരാം. ഞാനൊരു കടലാസ് കഷ്ണവും എൻ്റെ പേനായും കൊടുത്തു അഡ്രസ് എഴുതാൻ. അമ്മച്ചി അതിനകത്ത് അഡ്രസ്സും എഴുതി. ഞാൻ പറഞ്ഞു, കണിശമായിട്ടും ഞാൻ നാളെ എത്തും. പിറ്റേ ദിവസം പോലീസിന്റെ അനുവാദത്തോടെ ഒരാളുടെ കൂടെ ഞാൻ അവിടെ ചെല്ലുന്നു. ഈ അമ്മച്ചി പറഞ്ഞ പോലെ ഇവൻ കട്ടിലേക്ക് കിടക്കുന്നു, ആ വലിക്കുന്നുണ്ട്, വലിവുണ്ട്, ആ മുറിയെല്ലാം നല്ല ദുർഗന്ധം, കയ്യേലെ പാടുകളെല്ലാം കാണാം ഈ സോറിയാസിന്റെ. ചെല്ലുകയും അവരെ ചീത്ത വിളിച്ചു. ആ പറഞ്ഞത് അതേപടി ഞാൻ ഈ സ്ക്രീനിൽ കൂടെ പറയുന്നത് ശരിയല്ല. ഒരു മാ കൂട്ടി ഒരു തെറി പറഞ്ഞിട്ട്, ഇറങ്ങിപ്പോ കള്ളന്മാര്, നിങ്ങൾ വൈദികരെ കള്ളന്മാരാണ് അച്ഛന്മാർ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്തിയേ, അമ്മ എന്തിയേ? അവൻ ചിരിച്ചോണ്ട് പറയാം, ഇതാ പറഞ്ഞത് ഈ കള്ളക്കപട വൈദികർ. എൻ്റെ അമ്മ മരിച്ചിട്ട് 3 വർഷമായി, അമ്മയെ തിരക്കുക ഇല്ലൊരു ദാനം. ഉടൻ തന്നെ എൻ്റെ പോക്കറ്റിൽ കിടന്ന തലേ ദിവസം എഴുതിയ അമ്മയുടെ കടലാസ് കൈ കൊടുത്തു. പ്രിയമുള്ളവരെ, അവൻ പൊട്ടിക്കരഞ്ഞു. അച്ഛാ, ഇത് എൻ്റെ അമ്മ തന്നെ എഴുതുക, അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ലോണം. അത് ആ കടലാസ് അത് വയലോട്ട് വെച്ച് കരഞ്ഞ് 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 എൻ്റെ കാൽക്കൽ വീണു. അതെ, പിന്നീട് സംഭവിച്ചവരുടെ വലിയ മാനസാന്തരം, കുമ്പസാരം. ഞാൻ അവൻ്റെ ആശീർവാദം പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ കാരിസ് ഭവനിൽ വന്ന് അവൻ സാക്ഷ്യം പറഞ്ഞു. ആ രാത്രി ആസ്മ ഇല്ലാതെ കിടന്ന് ഉറങ്ങി, ശരീരം ചൊറിയാതെ കിടന്ന് ഉറങ്ങി. അത് എപ്രകാരം കർത്താവിനെ കണ്ടുമുട്ടിയെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, മരണം മൂലം വേർപെട്ട നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി നമ്മെപ്പറ്റി ആകുലതയുള്ളവരാണ്, ശ്രദ്ധയുള്ളവരാണ്. They are concerned about us. നിങ്ങൾ ഇതേപോലെ പലതും എൻ്റെ ഈ പുസ്തകത്തിൽ വായിക്കും. എല്ലാം എനിക്ക് പറയാനാവതല്ല. പ്രിയപ്പെട്ട ഞാൻ പറയാൻ കാരണം, ഇതൊക്കെ 4 പേർ അറിഞ്ഞിരിക്കണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ എഴുതാൻ ഇടയാക്കിയത്. പ്രിയപ്പെട്ടവരെ, അതെ, നമുക്കറിയാം നമ്മൾ ഈ ലോകത്തിൽ ശുദ്ധീകരണം നേടുന്നത് നമുക്ക് അത് ശുദ്ധീകരണ സ്ഥലത്തെ പറ്റി പറയുന്ന ഒരു വലിയ മനോഹരമായ ഭാഗമുണ്ട്. 1 കൊറിന്തോസ് അധ്യായം 3:13. 1 കൊറിന്തോസ് അധ്യായം 3 വചനം 13. ഞാൻ 11 മുതൽ വായിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു, അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന്റെ മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ചു പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിൽ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് മരണശേഷമുള്ള ഒരു അഗ്നി ശുദ്ധീകരണം നമ്മൾ വായിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ. മലാഖി പ്രവാചകൻ അധ്യായം 3 വചനം 3. മലാഖി 3:3. അതായത് അഹ്റോന്റെ മക്കൾ, അതായത് എപ്രകാരം ഉലയിൽ സ്വർണമുണ്ടാക്കുന്നവൻ ശുദ്ധീകരിക്കുന്നുവോ അതുപോലെ ശുദ്ധീകരിക്കപ്പെടണം എന്ന്. കാരം എപ്രകാരം ഇട്ട് അലക്കുന്നു അതുപോലെ. അത് വളരെ മനോഹരമാണ്. നമ്മൾ
പ്രായമുള്ളവരൊക്കെ ഒരു പക്ഷേ എൻ്റെ ഈ ചെറിയ പ്രസംഗം കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ വായിക്കാം. വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന മലാക്കി പ്രവാചകൻ അധ്യായം 3 വചനം 3. ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കേണ്ടതിനു വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. പറയാണ്, ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരന്റെ കാരം പോലെയുമാണ് അവിടുന്ന്. ഹല്ലേലൂയ. പ്രായമുള്ള ആളുകൾ ഓർക്കുന്നത് പണ്ടത്തെ ഈ ജാക്കറ്റ് തുണി എന്ന് പറഞ്ഞ തുണിയായിരുന്നു. വെള്ളത്തുണി ഇല്ലായിരുന്നു. മഞ്ഞച്ചിരിക്കും. നമുക്കത് ചാണകത്തിൽ പുഴുകും, കാരത്തിൽ പുഴുകും പലതവണ. എന്നിട്ടാണ് അത് ബ്ലീച്ച് ചെയ്യുന്നത്, വെളുപ്പിക്കുന്നത്. ഓർക്കുന്നുള്ളവരുണ്ടായിരിക്കും എന്നെ കേൾക്കുന്ന. എങ്കിൽ അതുപോലെ ബ്ലീച്ച് ചെയ്യും അത് വെളുപ്പിക്കാനായിട്ട്. എന്നിട്ട് പറയാണ്, അഗ്നിയില് എപ്രകാരം സ്വർണ്ണപ്പണിക്കാർ ശുദ്ധീകരിക്കുന്നു സ്വർണവും വെള്ളിയും, അതുപോലെ ഒരു ശുദ്ധീകരണം ഉണ്ടാകും. നമ്മൾ വ്യക്തമായിട്ട് യേശയ്യാ പ്രവാചകൻ ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതേപ്പറ്റി. കൂടുതലായിട്ട് പറയാനുള്ള സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ പറയുന്നില്ല, വായിക്കുന്നുമില്ല. പിന്നീട് പറയാം. എന്റെ പുസ്തകത്തിൽ വായിക്കും. ഞാൻ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് പറയാണ്. എനിക്കറിയാം ഇവിടെ സംഭവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ശുദ്ധീകരണ സ്ഥലത്തിൽ വിശ്വാസമുള്ളവരാണ്. ഞാൻ ഊന്നി പറയുന്നു, ശുദ്ധീകരണ സ്ഥലം ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ കോമായിൽ കിടക്കുന്നു. നിങ്ങൾക്കറിയാം, ഗില്ലംബാരെ രോഗം വന്ന് 14 കൊല്ലം മുമ്പ് ഞാൻ കോമായിൽ കിടക്കുന്നു. അതിനുശേഷം 4 മാസക്കാലം വെന്റിലേറ്ററിൽ കിടന്നു. ഞാൻ ഓസ്ട്രിയയിലായിരുന്നു. ഞാൻ പ്രായമുള്ളവനായതുകൊണ്ട്, ഇന്ത്യക്കാരനായതുകൊണ്ടും കറമ്പനായതുകൊണ്ടും നിങ്ങൾക്കറിയാം, വെള്ളക്കാര് എന്നോട് ചില വ്യത്യാസങ്ങളൊക്കെ കാണിച്ചു. ഞാൻ അവിടെ ഈ കോമായിലായിരിക്കുന്നു. അവിടുന്ന് ഒരു നേഴ്സ് വന്ന് നോക്കുമ്പോൾ ഞാൻ തണുത്ത് മരച്ചു കിടക്കുന്നു. നാടി പിടിച്ചപ്പം നാടിയില്ല. എന്നെ അവിടെ ആക്കിയ എന്നോടുകൂടി ഒരു അമ്മയെപ്പോലെ നോക്കുന്ന ഒരു സ്ത്രീയുണ്ട്. പെറു എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ഒരു സൗത്ത് അമേരിക്കക്കാരി, ഗാബി. അവളെ വിളിച്ച് ഫോണിൽ പറഞ്ഞു, ഫാദർ ജെയിംസ് അച്ഛൻ മരിച്ചു. എങ്ങോട്ടാ ബോഡി അയക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചു പോവാന്ന് പറഞ്ഞു. വെളുപ്പിന് 4 മണിക്ക്. പുള്ളി മകൻ ഒരു ഡോക്ടറാണ്. ഡോക്ടറെയും വിളിച്ച് വണ്ടിക്ക് വരികയാണ്. വഴി ഇവർ ആലോചിച്ചു ഏത് ഫ്ലൈറ്റിന് വേണം ശവൻ നാട്ടിലേക്ക് അയക്കാൻ. അങ്ങനെ അവർ ഓടിപ്പാഞ്ഞ് ആശുപത്രിയിൽ എത്തുമ്പം ഞാൻ നോർമലായിട്ട് ശ്വസിച്ച് കിടക്കണം. സംഭവിച്ചെന്തെന്ന് ചോദിച്ചാൽ ഈ വെന്റിലേറ്ററുമായിട്ട് ഘടിപ്പിക്കുന്ന കേബിൾ പൊട്ടി. അലാം അടിച്ചു. ആരും ശ്രദ്ധിച്ചില്ല. അപ്പൊ എനിക്കറിയാം, എന്നോട് ഡോക്ടർ, എനിക്ക് ബോധമുണ്ട് ആ സമയത്ത്, അതായത് ഈ കോമ അവസ്ഥ കഴിഞ്ഞ പിന്നാണ്. അപ്പൊ എന്നോട് ഡോക്ടർമാർ പറഞ്ഞു, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ മരിച്ചു പോകുന്നു. അപ്പൊ ഞാനിത് കണ്ട് കടന്ന് ഒരു അബോധാവസ്ഥ പോലെയായി. അപ്പോൾ ഉണ്ടായ അവസ്ഥയാണ് ഞാൻ നിത്യത ദർശിച്ച നിമിഷങ്ങളിൽ എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നേരെ എന്നെ കൊണ്ടുപോയ ആദ്യം നരകമാണ്. അതിനുശേഷം ശുദ്ധീകരണ സ്ഥലം. ആ ശുദ്ധീകരണ സ്ഥലത്തിൽ ഓരോരോ പാപങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ട് വെന്ത് ഇങ്ങേറ്റം അസ്ഥിപ്രമാണം കിടക്കുന്നവരെ കണ്ടു. പക്ഷേ ഒരു കാര്യം, അവിടെ മുഖത്തെ പ്രസാദം, സന്തോഷം. ഈ മാംസമെല്ലാം ശരീരത്തിൽ പോയി എല്ലായി തീർന്നു. ആ സന്തോഷത്തിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവർക്കറിയാം ഇന്നോ നാളെയോ സ്വർഗത്തിൽ പോകാമെന്ന്. ആ പ്രത്യാശയാണ് അവർക്കുള്ളത്, ഈ സന്തോഷം. ഇനിയും പ്രിയമുള്ളവരെ, ഈ തീക്കകത്തൂടെ എല്ലാം പോകുമ്പോഴും എനിക്കൊരു പൊഴുത് വരത്തില്ല. അപ്പോൾ ഞങ്ങളവർക്ക് ഒരു സ്വപ്നമാണ്, കണിശമായിട്ടും ഒരനുഭവമാണ്, ഒരു എക്സ്റ്റസിയാണ്. അവിടെ ഒന്ന് കാര്യം മനസ്സിലായി, ആ തീയ് ഭയപ്പെടേണ്ടതല്ല, അത് പരിശുദ്ധാത്മാവിന്റെ തീയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് തീയാണ്. നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കാറില്ല, പരിശുദ്ധാത്മാവെ തീനാളമായി കടന്നു വരും. പെന്തക്കോസ്താ നാളിൽ തീനാക്കിടാട്ടാ ശിരസിൽ വീണത്. അപ്പോ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ശുദ്ധീകരണം. ഹല്ലേലൂയ. നമ്മളെല്ലാം ശുദ്ധീകരണത്തിന്റെ ആത്മാവെന്ന്. അപ്പോൾ ഈ ശുദ്ധീകരണത്തിന്റെ ആത്മാവാണ് ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ
ഈ പൊള്ളലേൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചുടുന്നത്. ഇതിലൂടെ ശുദ്ധീകരിക്കുകയാണ്. അത് വേണ്ടാത്തതെല്ലാം അത് എടുത്തു മാറ്റി കളയുവാനായിട്ട് ഉള്ള പരിശ്രമം, പരിശുദ്ധാത്മാവിന്റെ പരിശ്രമം. ഈ ലോകത്തിലാണെങ്കിലും പരിശുദ്ധാത്മാവാണ് നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളിൽ വേണ്ടാത്തതെല്ലാം മാറ്റിക്കളയുന്നത് എന്ന് ഓർക്കണമേ. നമുക്കറിയാം, അനുതാപം നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവാണ്. അത് പരിശുദ്ധാത്മാവാണ് നിശ്ചയമായിട്ടും നമ്മളിലെ ആ തിന്മയായിട്ടുള്ളതിനെ എടുത്തു മാറ്റുന്നത്. സഭാപ്രസംഗകൻ പറയുന്നത് പോലെ നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും. സഭാപ്രസംഗകൻ 12:14. എനിക്ക് വേണ്ടി ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നവൻ അവസാനം എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ ചർമ്മം അഴുകിയാലും ഇല്ലാതായാലും എന്റെ മാംസത്തിൽ നിന്ന് ദൈവത്തെ ഞാൻ കാണും. ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകം 12:25. അപ്പോൾ ആ പ്രതീക്ഷയാണ് ഈ കത്തി ശരീരം ഇങ്ങനെ ഇല്ലാതായി തീരുമ്പോഴും ആ ഉള്ളിലുള്ളത് എന്താണ്? ആ വലിയ പ്രതീക്ഷ, ഞാൻ എൻ്റെ കർത്താവിനെ കാണും. ഈ സന്തോഷമാണ്. ഇനി അവിടെ കണ്ടപ്പോൾ പ്രിയമുള്ളവരെ, എനിക്ക് കാണാൻ സാധിച്ച ശുദ്ധീകരണ സ്ഥലത്തിൽ ധാരാളം കത്തോലിക്കരെ ഞാൻ കണ്ടുമുട്ടി. ഞാൻ അറിഞ്ഞിരുന്നവരെയും അറിയാത്തവരെയെല്ലാം, അച്ഛന്മാരെ കണ്ടു, മത്രാന്മാരെ കണ്ടു. മാത്രമല്ല പ്രിയമുള്ളവരെ, മറ്റ് ക്രിസ്തീയ സമൂഹത്തിൽപ്പെട്ടവര്, ഓർത്തഡോക്സ്, മർത്തോമ അല്ലെങ്കിൽ CSI, പെന്തക്കോസ്തുകാര്, മാത്രമല്ല മുസ്ലിങ്ങളെയും കണ്ടു, ഹിന്ദുക്കളെയും കണ്ടു. പ്രിയപ്പെട്ടവരെ, അത് എല്ലാവരും ഈ ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകണം ദൈവത്തെ കാണണമെങ്കിൽ. ഹല്ലേലൂയ. ഇനിയും ഞാൻ അതിനുശേഷം ഞാൻ പറയാണ്, കർത്താവ് എനിക്ക് ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു. നിങ്ങൾക്കറിയാവുന്നവർ, ഈ രോഗം എൻ്റെ ഒരു സുഖമായി. എല്ലമ്പാര രോഗം മാറി സ്റ്റിറോയിഡ് ഒക്കെ എടുത്തപ്പോൾ അതിന്റെ ഫലമായിട്ട് എനിക്ക് ഷുഗർ, ഡയബറ്റിക്കായി, ശരീരം മുഴുവൻ എപ്പോഴും ന്യൂറോപ്പതി പെയിൻ. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അത് തമ്പുരാൻ തന്ന ഒരു ദാനം. ഹല്ലേലൂയ. 2 മണിക്കൂർ ഉറങ്ങിയാൽ എനിക്ക് നല്ല ഉറങ്ങാൻ. നിങ്ങൾക്കറിയാം, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല. നിങ്ങൾക്കറിയാം, എൻ്റെ ശരീരം മുഴുവൻ മുറിവുണ്ട്. 5 മുറിവും വേറെ 5 മുറിവും ഉണ്ട്. അത് ഏകദേശം 200-300 മില്ലി ചോര രാവിലെ വയറ്റുപാതിര മുതൽ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോഴും എൻ്റെ കയ്യിൽ കൂടെ ചോര പൊടിച്ചു വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉറങ്ങിയില്ല. ഈ രാത്രിയും ഉറങ്ങിയില്ല. നാളെ കാരിസ്ഭവനിൽ ഒരു ഏകദിന പരിപാടിയുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ മധ്യത്തിൽ എനിക്കേറെ സന്തോഷമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഉറക്കമില്ലാത്ത രാത്രികൾ കർത്താവ് എനിക്ക് തന്നെന്തിനാണെന്നറിയാമോ? ഒരു പക്ഷെങ്കിൽ എനിക്ക് തളർച്ചയായതുകൊണ്ടും യാത്ര ബുദ്ധിമുട്ടായിട്ടും ഈ ലോകത്തുള്ള ഒരു വചനം പ്രഘോഷിക്കാൻ പറ്റില്ല. എന്നാൽ ശുദ്ധീയ സ്ഥലത്തെ ആത്മാക്കളോട് ഞാൻ വചനം പ്രഘോഷിക്കുന്നു. ഹല്ലേലൂയ. മാത്രമല്ല അവർക്ക് ഞാൻ ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ള, ഇതൊക്കെയാണ് ഈ പുസ്തകത്തില് ഞാൻ എഴുതിയിരിക്കുന്നത്. രാത്രിയിൽ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞു കിടക്കുമ്പോൾ എൻ്റെ ആത്മാവ്, അതായത് എൻ്റെ കൂടെയുള്ള കാവൽ മാലാഖ അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയം, സമുദ്ര താരമേന്ന് ശുദ്ധിയാത്മാക്കൾ അവളെ വിളിക്കുന്നത്, അമ്മ വന്നെന്നെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ ശുദ്ധീകരണ സ്ഥലത്തിൽ ഇങ്ങനെ ചൊല്ലും. അവിടെ ചെല്ലുമ്പോൾ ഈ വിവിധ തുറകളിലുള്ളവരെ കാണും. ഈ മാമോരീസ, അതായത് സ്നാനം സ്വീകരിക്കാത്തവരെ ഇരുട്ടറയിലാണ്. അപ്പോൾ അവർക്ക് ഞാൻ പ്രാർത്ഥിച്ച് സ്നാനം കൊടുക്കും. അപ്പോൾ ഞാൻ കാണുന്നത് പ്രഭാപൂരിതരായി അമ്മയോടുകൂടി, പരിശുദ്ധ കന്യാമറിയത്തോടുകൂടി സ്വർഗത്തിലേക്ക് കരയേറുന്നത്. ഹല്ലേലൂയ. ഇത് വലിയ എനിക്ക് അനുഭവമാണ്. ഇത് 1996 മുതലുള്ള ഒരു അനുഭവമാണെന്ന് ഓർക്കണം. ഇന്നും ഇന്നലെ അല്ല. നിങ്ങൾക്ക് അറിയാൻ പാടില്ല എങ്കിൽ 96-ൽ ബാംഗ്ലൂരിൽ രാവിലെ ഞാൻ എന്നും 4 മണിക്ക് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നൊക്കെ ഉറക്കമുള്ള കാലമാണ്. അന്ന് ചെറുപ്പം. പെട്ടെന്ന് എൻ്റെ 1 മണിക്കൂർ വ്യക്തിപരമായ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിക്കകത്ത് 18 മുസ്ലിങ്ങൾക്ക്. ഞാൻ ആദ്യം പേടിച്ചു പോയി. അതുവരെ ഞാൻ ഗൾഫിൽ നിന്നും പോയിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളാ, മരിച്ചു പോയവരാ. അച്ഛൻ എത്ര പേർക്ക് കത്തോലിക്കർക്ക് പ്രസംഗം കൊടുക്കുന്നു,
ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും വചനം കൊടുക്കുന്നു. അത് ഞങ്ങൾക്ക് ആർക്കും വചനം തന്നിട്ടില്ല, സുവിശേഷം പ്രഘോഷിച്ചിട്ടില്ല. അത് ഞങ്ങളെ രക്ഷിക്കണം. അപ്പൊ എനിക്ക് ആപ്പാടെ ഓർത്തു, എനിക്ക് വട്ടുപിടിച്ച ആണ് ഈ പോയതാണ്. അപ്പൊ എന്റെ മുറിക്കകത്ത് ബൈബിളുണ്ട്, കുരിശുരൂപമുണ്ട്, അതുപോലെ മാരാവിന്റെ ഒരു സ്വരൂപം. ഞാൻ കൈകൊണ്ട് തൊട്ട് നോക്കി, വട്ടാണോന്ന്. അല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അപ്പൊ പറഞ്ഞു, വചനം കേൾക്കാതെ ഞങ്ങൾ ഇരുട്ടറയിൽ കഴിയുന്നു, ഞങ്ങളോട് വചനം ഘോഷിച്ച് ഞങ്ങൾക്ക് ആത്മാവിനെ തരണം. പ്രിയപ്പെട്ട, ഞാൻ ചുരുക്കി പറയാണ്, നിങ്ങൾക്ക് അതൊക്കെ വിശദമായിട്ട് എന്റെ പുസ്തകത്തിൽ വായിക്കാം. അവർ പെട്ടെന്ന് മുട്ടുമേ നിന്നു. ഞങ്ങൾ ഏകരക്ഷകനെ സ്വീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ കയ്യിലിരുന്ന ബൈബിള് തൊട്ട് അവർ സത്യം ചെയ്തു. അവരുടെ കയ്യിൽ ഖുർആൻ ഉണ്ടായിരുന്നു, നിലത്തിട്ട് ചവിട്ടി. എന്നിട്ട് ആ പാപങ്ങൾ ഏറ്റു പറയാണ്. എന്നിട്ട് പറയാണ്, യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായി സ്വീകരിക്കുന്നു. ഒരു സ്വപ്നമാണ്, ഓർത്തോണം. അത് കഴിഞ്ഞ് അവരുടെ തലയിൽ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവര് അത് മലഹമാരെ പോലെ ഉയർത്ത് എഴുന്നേറ്റ് പാട്ടും പാടി മലഹമാരുടെ കൂടെ പോവുകയാണ്. പെട്ടെന്ന് എൻ്റെ കണ്ണു തുറന്നു. അപ്പൊ മുറിക്കകത്ത് ആരുമില്ല. 5:30, 6 എനിക്ക് കുർബാനയെല്ലാം നേരമാണ്. അപ്പോൾ ഞാൻ ഓർത്തില്ല, കുർബാന ഇച്ചിരി കഴിഞ്ഞേ ചൊല്ലുന്നുള്ളുന്ന. ഞാൻ എൻ്റെ ആധ്യാത്മിക ഗുരുവിൻ്റെ അടുക്കിലേക്ക് പോയി. ഒരു ഈശോ സഭക്കാരൻ വൈദികൻ. അദ്ദേഹത്തെ എൻ്റെ അടുക്കൽ ചെന്ന് പറയണം, എന്താണെന്ന് അറിയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ, എനിക്കിങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായി. മരിച്ചുപോയ ഏതാനും മുസ്ലിങ്ങൾ എൻ്റെ അടുക്ക് വന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ അവർ ഉയർത്തെഴുതി സ്വർഗത്തിൽ പോയി. അപ്പൊ ഞാൻ ഓർത്തു, അച്ഛൻ പറയും, അച്ഛൻ എന്തോ ഞരമ്പ് രോഗമാണ്, കളിച്ച അവരെ ആശുപത്രിയിലും പോകണമെന്ന് പറയുന്നു. ഞാൻ ഓർത്തത്. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാമോ? അച്ഛ, ലോകത്തിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടാത്ത ഒരു ഗ്രൂപ്പാണ് ഇസ്ലാം. ഹല്ലേലൂയ. ഹിന്ദുക്കളോട് ഘോഷിച്ചിട്ടുണ്ട് എല്ലാ ജാതികളും. എന്നാൽ ആദ്യം മുതലേ അവരോട് നമുക്ക് ഭയമാണ്. അച്ഛന് അവരോട് വചനം ഘോഷിക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു. ദൈവമേ, മുസ്ലിമിനോട് ബൈബിൾ പ്രസംഗിക്കൂ, പോത്തിനോട് വേറെ പോകുന്ന പോലെ. അപ്പൊ ഞാൻ എന്റെ മനസ്സുകൊണ്ട് പറഞ്ഞ, അച്ഛാ, ഇത് അവരാരും കേൾക്കാൻ പോകുന്നില്ല. അപ്പൊ പറഞ്ഞത്, അച്ഛാ, there is nothing impossible with God. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. അച്ഛൻ വിശ്വസിക്കൂ. അച്ഛൻ ഇന്നു മുതൽ നൊവേന പരിശുദ്ധാത്മാവിനോട് ചെയ്യും. അച്ഛൻ കണ്ടു തീരുമ്പോൾ അച്ഛൻ മുസ്ലിങ്ങൾക്ക് സുവിശേഷം പ്രഘോഷിക്കും. ഞാൻ നൊവേന തുടങ്ങി 7-ാം ദിവസമാണ് മലയാളികൾ, ഗോവക്കാരും എന്നെ ദുബായിക്ക് വിളിക്കുന്നു ധ്യാനത്തിന്. ആ പോകുന്ന ഫ്ലൈറ്റില് സലാല എന്ന് പറയുന്ന സ്ഥലത്തൂടെ പോയത്. ചുരുക്കി പറയാണ്, സലാലയിലുള്ള അന്നാ യുവാക്കിന്റെ കബറടക്കങ്ങൾ ചെല്ലുന്നു. അവിടെ ഏതാനും മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നു. അവിടെ വെച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അപ്പം അന്നാ യുവാക്കിനോടാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനീ അന്നാ യുവാക്കിനോട് പ്രാർത്ഥിക്കുന്നത്? അവരുടെ മകൾ മരിയോട് പ്രാർത്ഥിക്കത്തില്ലേ? ആ കൊച്ചുമനാണല്ലോ യേശുക്രിസ്തു രക്ഷകൻ, പ്രാർത്ഥിക്കത്തില്ലേ? അപ്പോൾ അവർ 56 പേരുണ്ടായിരുന്നു. അവരുടെ അരിശം കാണ്ടിരുന്നു. അതായത്, ഞങ്ങൾ ക്രിസ്ത്യാനികളെ വെറുക്കുന്നു, അവർ ഞങ്ങളെ കൊന്നൊടുക്കുകയാണ്. യേശുക്രിസ്തു പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കാൻ. അവർ ഞങ്ങളെ കൊല്ലുകയാണ്, അവരെ ഞങ്ങൾ വെറുക്കുന്നു. അവരുടെ കസ്റ്റഡിയിലാണ് മാതാവും യേശു. അതുകൊണ്ട് അവരെ ഞങ്ങൾക്ക് വേണ്ട. ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവലാൽ പ്രചോദിതനായി ഞാൻ മുട്ടുമേ നിന്നുകൊണ്ട് മാപ്പ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ആദ്യം മുതലേ ക്രൈസ്തവർ നിങ്ങളെ വേദനിപ്പിച്ചത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ 3-4 പേര് എൻ്റെ കയ്യെ വന്ന് പിടിച്ചു പറഞ്ഞു, അയ്യോ, അച്ഛൻ എന്തിനാ മാപ്പ് ചോദിക്കുക? അച്ഛൻ ഞങ്ങൾക്കൊന്നും ചെയ്തില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ പൂർവികന്മാരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് മാപ്പ് ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ സംഭവിച്ചു. പിന്നീട് ഞാൻ അവരോട് 4 മണിക്കൂർ സമയം, നിങ്ങൾക്കറിയത്തില്ല എങ്കിൽ, അതായത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ മുതൽ പെന്തക്കൊസ്താ വരെയുള്ളത് രത്ന ചുരുക്കമായി അവരോട് സംസാരിക്കുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പറയുകയാണ്, അച്ഛാ, ഞങ്ങൾക്ക് ആ രക്ഷകനെ വേണം, ആ പരിശുദ്ധാത്മാവിനെ വേണം. അവർ മുട്ടുമേ നിന്നു, പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ഞാൻ ഇതുപോലെ തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കുന്നു. അവർ ബൈബിളെ തൊട്ടേശു കർത്താവ് എന്ന് ഏറ്റുപറയുന്നു. അവർ ഖുർആൻ ചവിട്ടിക്കളയുന്നു. അങ്ങനെ 56 പേർക്ക് ഒരു ആത്മാവിലുള്ള സ്നാനം കൊടുക്കുന്നു. അവര് അത് മുതൽ
ഞാൻ എല്ലാ വർഷവും 3 മാസക്കാലം ഇസ്ലാമിക് രാജ്യങ്ങളിൽ പോകുമായിരുന്നു പ്രസംഗിക്കാൻ. ഏറെപ്പേർക്ക് അതറിയാം. ഞാൻ പോകാത്ത ഒറ്റ ഇസ്ലാമിക് രാജ്യമില്ല. സൗദിയിലും മറ്റും 19 തവണ പോയി അവിടെ തന്നെ ഡിപ്പോർട്ട് ചെയ്തു, എന്നെ ഓടിച്ചു. പ്രിയമുള്ള, ഞാൻ പറയാൻ കാരണം കർത്താവ് ഈ ഇതിലേക്ക് എന്നെ നയിച്ചു. ഏറെ പേർ ആത്മാവിസ്നാനം എൻ്റെ ലിസ്റ്റിലുണ്ട്. ഏകദേശം 80,000-ലധികം പേര് പരിശുദ്ധാത്മാവിൽ സ്നാനം സ്വീകരിച്ചു. 27,000 പേര് ഇന്ത്യയിൽ വന്നും അവിടെ വെച്ചും ജലത്താലും പരിശുദ്ധാത്മാവിനാലും സ്നാനം സ്വീകരിച്ച് ഔദ്യോഗികമായി കത്തോലിക്ക സഭയിലെ അംഗങ്ങളായി. ഹല്ലേലൂയ. നിങ്ങൾ അവിടെ നിന്ന് ഞാൻ വരുമ്പോഴാണ് എനിക്ക് പനി പിടിച്ചതും ഈ ഗില്ലംബാര രോഗം വന്നതും ഞാൻ തളർന്നുപോയതൊക്കെ. പ്രിയമുള്ള, അതുവരെ ഞാൻ പോകുമായിരുന്നു അവിടെയല്ല. ഞാൻ പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, അതെ, മരണം മൂലം വേർപെടുത്തവർ ജീവിക്കുന്നു. ഹല്ലേലൂയ. വേറെ പക്ഷേ പറഞ്ഞാൽ മനുഷ്യന് മരണമില്ല. ഈ മരണത്തിന് ഈ ലോകത്തിന് അതീതമായി ഒരു ജീവിതമുണ്ട്, നിത്യജീവിതം. ഇന്ന് പലർക്കും ഇങ്ങേറ്റം കത്തോലിക്ക ക്രിസ്ത്യാനി വിശ്വാസം പോയിരിക്കുകയാണ്. ഇവിടെ തിന്നുക, കുടിക്കുക, രസിക്കുക. ജീവിതം തുടരുന്നു എന്നുള്ളത്. ഇനി നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം അധ്യായം 3:20 പറയുന്ന പോലെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. അപ്പൊ ഈശോ പറയുന്നത് എന്താണ്? ആ യേശുവിനെ മുഖാമുഖം കണ്ടുകൊണ്ടുള്ള, യേശുവിനോട് ഐക്യപ്പെട്ടുള്ള രക്ഷ. അപ്പം ഇതിനു വേണ്ടിയിട്ട് കർത്താവ് ഈ ശുദ്ധീകര സ്ഥലത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നതും അതെ ശുദ്ധീകരിക്കുന്നതും. അപ്പൊ ശുദ്ധീകര സ്ഥലം ഒരു തരത്തിലും ഭയപ്പെടേണ്ട ഒന്ന് അല്ല. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം ഓർക്കണം, യേശുക്രിസ്തു ആരെയും അങ്ങോട്ട് വിടുന്നില്ല, നരകത്തിലും വിടുന്നില്ല, സ്വർഗത്തിലും വിടുന്നില്ല. പോകുന്നത് നാം സ്വയമേയാണ്. ഹല്ലേലൂയ. ഇത് ആർക്കും അറിഞ്ഞുകൂടാ. കത്തോലിക്ക വേദോപദേശത്തിൽ പറയുന്നുണ്ടല്ലോ, തനതു വിധിയും പൊതുവിധിയും. നമുക്കറിയാം, അതാ മരിക്കുമ്പോൾ ഒരു വിധിയുണ്ട് നമ്മുടെ കണക്കുമായിട്ട് ദൈവത്തിന് മുമ്പിൽ. അപ്പൊ പലരും ഓർത്തിരിക്കുന്ന അവിടെ വെച്ച് കർത്താവ് അങ്ങ് വിധിക്കുക, അടാ ഇവൻ പോയി നരകത്തിലേക്ക് പോട്ടെ, ഇവൻ സ്വർഗത്തിലേക്ക് പോട്ടെ, ഇവൻ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോട്ടെ. അല്ല, അവിടെ വെച്ച് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി കണ്ണാടി എന്ന പോലെ കാണും. അപ്പോൾ ആത്മാവിന്റെ തീരുമാനം ഞാൻ കണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ അനുഭവത്തിലൂടെയാണ് എനിക്ക് നിത്യതയുടെ അനുഭവം ഉണ്ടായത്. അവിടെ വെച്ച് ഞാൻ ചെയ്ത എല്ലാ സൽപ്രവൃത്തികളുടെയും ലിസ്റ്റ് കണ്ടു. എൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു വിഷയം കുമ്പസാരിച്ചതും കുമ്പസാരിക്കാതിരുന്നതും മറന്നുപോയ എല്ലാ പാപങ്ങളും കണ്ടു. മാത്രമല്ല, ചില ചിന്തയിലുള്ള പാപങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ആ കർത്താവിന് മുമ്പിൽ ആയിരിക്കുമ്പോൾ പെട്ടെന്നൊരു സ്വരം, "വാട്ട് ജെയിംസ്, യു കമ്മിറ്റഡ് അഡൾട്ടറി." നീ വ്യഭിചാരം ചെയ്തു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഒറ്റ പെണ്ണിൻ്റെ കിടന്നിട്ടില്ല. ഞാൻ പറഞ്ഞത്, കർത്താവ്, ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയോടെ സഹിച്ചിട്ടില്ല. അപ്പോൾ കർത്താവ് ഒരു വചനം എഴുതി കാണിച്ചു. നിങ്ങൾക്കെല്ലാം അറിയാം, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി വ്യഭിചരിച്ചു കഴിഞ്ഞു. മത്തായി 5:28. ഞാൻ പൊട്ടിക്കരഞ്ഞു. എൻ്റെ ചെറുപ്പകാലത്തും സെമിനാരിൽ പഠിക്കുമ്പോഴും കൊച്ചച്ഛനായിരുന്നപ്പോഴൊക്കെ പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങളൊക്കെ മാരുകളൊക്കെ കാണിച്ച് ഈ ഫാഷൻ ഡ്രസ്സൊക്കെ നടക്കുമ്പോൾ എനിക്ക് പ്രലോഭനം ഉണ്ടായി, അവിടെ നിന്ന് കടന്നാലോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഞാൻ കുമ്പസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞിരുന്ന പല വിചാരം ഉണ്ടായിട്ടൊന്നാണ്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല വ്യഭിചാരം ചെയ്തുവെന്ന്. പ്രിയമുള്ളവർ, നമ്മൾ കത്തോലിക്കർ കുമ്പസാരിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ചിന്തയാലുള്ള പാപങ്ങളെ പറ്റി അനുഭവിക്കാത്തവരാണ്. പാപത്തിന്റെ 2 മേഖലകൾ നമ്മൾ അനുഭവിക്കുന്നില്ല. ഒന്ന്, ചിന്തയാലുള്ള പാപങ്ങൾ. 2, നമ്മൾ ചെയ്യാതിരുന്നത്, അത് ഉപേക്ഷയാലുള്ള പാപങ്ങൾ. നമുക്കറിയാം, ചെയ്യേണ്ട നന്മപ്രവൃത്തികൾ ചെയ്യാതിരുന്നത്. ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ നമുക്കെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ വെച്ച് കർത്താവിൻ്റെ മനസ്സാക്ഷിയെ കുത്തുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കുമ്പം ആ ലിസ്റ്റിൽ പെട്ടെന്ന് കാണുന്നതും എന്താണെന്നറിയാമോ? ഒരു റെഡ് ഇങ്കിൽ ചുമന്ന ബഷി കൊണ്ട് എഴുതിയിരിക്കുകയാണ്, "യു ആർ എ മർഡറർ." നീ ഒരു കൊലപാതകിയാണ്. ദൈവമേ, ഞാൻ അബോർഷനൊക്കെ എതിരായിട്ട് ശക്തമായിട്ട് പറയുന്ന ആളാണ്. എൻ്റെ മനസ്സിലതാ വന്നത്. അപ്പൊ കർത്താവ് അത് പറഞ്ഞെന്താണെന്നറിയാമോ? 1 യോഹന്നാൻ 3:15,
നിന്റെ സഹോദരനെ വെറുക്കുന്നുവെങ്കിൽ നീ കൊലപാതകിയാണ്. ആ സമയം എനിക്ക് 3 പേരോട് വെറുപ്പുള്ള ആ നിമിഷമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെയാണ്. അങ്ങനെ അതാ ദൈവത്തിന്റെ ആ പ്രകാശത്തിൽ, നിത്യപ്രകാശത്തിൽ എന്റെ മനസ്സാക്ഷി മുഴുവൻ ഞാൻ പരിശോധിക്കുന്നു. അപ്പൊ ഓരോ ആത്മാക്കളും ഈ ലോകത്തിൽ നിന്ന് വേർപെടുമ്പോൾ ഈ പ്രകാശത്തിന് കീഴിൽ എല്ലാം തനിയെ കാണും. അപ്പോൾ എന്താണ്? തന്റെ പാപങ്ങൾ കാണുമ്പോൾ അവൻ മുൻപിൽ കാണുന്നത് എന്താണെന്നറിയാമോ? സ്വർഗം. ആ സ്വർഗം എന്താണ്? വിശുദ്ധിയുടെ, അതിവിശുദ്ധിയുടെ സ്ഥലം. അതിവിശുദ്ധർ പാർക്കുന്നു, അതിവിശുദ്ധനായ ദൈവത്തെ കാണുന്നു, ത്രിത്വത്തെ. അപ്പോൾ ഉള്ളിൽ പറയും, ഞാൻ അയോഗ്യനാണ്. താഴേക്ക് നോക്കുമ്പോൾ നരകം കാണുന്നു. അപ്പൊ കർത്താവിന്റെ കാരണം നരകത്തിലേക്ക് പോകാൻ എന്നെ അനുവദിക്കില്ല. അപ്പോഴാണ് ഞാൻ കാണുന്ന കർത്താവിന്റെ കരുണയുടെ കഥ, ശുദ്ധീകര സ്ഥലം. ഞാൻ തന്നെ ചാടും എന്നെ തന്നെ ശുദ്ധീകരിക്കാൻ. ഹല്ലേലൂയ. ഞാൻ എന്നെ തള്ളിയിടുക അല്ല. എനിക്കറിയാം, എനിക്ക് ആ വിശുദ്ധിയുടെ സ്ഥലത്ത് നിൽക്കാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് ഞാൻ തന്നെ ശുദ്ധീകരിക്കണം. ഇതാണ് അത് ശുദ്ധീകരണ സ്ഥലത്തിലെ ഓരോ ആത്മാക്കളുടെയും അത് ആവശ്യം. ഇനിയും അത് ഞാൻ പറയുകയാണെങ്കിൽ, അത് അവിടെ കിടക്കുന്ന ആളുകളെ കാണുമ്പോൾ വർഷങ്ങളായി കിടക്കുന്നവർ ഉണ്ട്. ഞാനതേപ്പറ്റിയൊക്കെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാർ പറഞ്ഞിരിക്കുന്നതും എന്നോട് പറഞ്ഞതുമല്ല. അതായത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. കാരണം അവർക്ക് വേണ്ടി തന്നെ സുഗന്ധങ്ങൾ ചെയ്യുന്ന കാലം ഈ ലോകത്തിലായിരുന്നു, കഴിഞ്ഞു. ഇനി അവർക്ക് അവരെ തന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. അവരെ രക്ഷിക്കുവാൻ മറ്റുള്ളവർക്ക് സാധിക്കും. ഇനി അങ്ങനെ പ്രാർത്ഥിച്ച് രക്ഷിക്കുന്ന ഒരു കൂട്ടരാണ് കത്തോലിക്കർ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വരുമ്പോഴെല്ലാം പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥമായി തുറന്നു പറയുന്നു, എനിക്കൊന്നും പറയാൻ അറിയത്തില്ല. ഈ മർത്തോമ, യാക്കോബായ, അല്ലെങ്കിൽ മർത്തോമ, അല്ലെങ്കിൽ മറ്റ് പെന്തക്കോസ്ത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവരുടെ ആത്മാക്കൾ എൻ്റെ അടുക്ക വരും. അച്ഛാ, ഞങ്ങളെ രക്ഷിക്കണേ അച്ഛാ, കത്തോലിക്കരെ മാത്രം രക്ഷിക്കണം, ഞങ്ങളെ രക്ഷിക്കണേ. ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കുമായിട്ട് ഇവിടെ അവർ വരും. അത് അവർ പാപങ്ങൾ ഏറ്റുപറയും. ഞാൻ പാപമോചനം കൊടുക്കും. അപ്പോൾ ഞാൻ കാണുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആ സ്വർഗത്തിലേക്ക് കരകയറുന്നതാണ്. അത് ഹൈന്ദവരായിട്ടുള്ളവർ പക്ഷേ യേശുവിനെ ഒരിക്കലും അറിയാത്തവർ മാമോദിസ വാങ്ങിച്ചിട്ടില്ല. സ്നാനം ചെയ്യാത്തവർക്ക് രക്ഷയില്ല. നമുക്കറിയാമല്ലോ, മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16, വിശ്വസിച്ച് സ്നാനപ്പെടുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ ഏറെ പേർ നല്ലവരായിരുന്നെങ്കിലും അവർ സ്നാനപ്പെട്ടില്ല. അവരാണ് ഇരുട്ടറയിൽ. എല്ലാ തവണയും ഞാൻ മിക്കവാറും എല്ലാ ദിവസവും ഇപ്പൊ രാത്രി തന്നെ ഞാൻ പോകും. കാരണം എനിക്കറിയാം ഉറക്കമില്ല. കാരണം എൻ്റെ ശരീരം മുഴുവൻ വേദനയായിരുന്നു. സാധാരണ വെള്ളിയാഴ്ച പരിപാടി എടുക്കുന്നതല്ല. പക്ഷെ വെള്ളിയാഴ്ചയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ബേബി പറഞ്ഞ് കഴിഞ്ഞ വർഷം എന്നോട് എന്നോട് ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ബേബി വിളിച്ചപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞത്. കഴിഞ്ഞ വർഷം സാധിച്ചില്ല. പ്രിയപ്പെട്ടത്, ഞാൻ പറയാൻ കാരണം ആ വചനം പോഷിക്കുക എന്ന് പറഞ്ഞ് എൻ്റെ അത് ഒരു ജ്വരമാണ്. ഈ പ്രായം 80 ആയെങ്കിലും ഈ രോഗമെല്ലാം ഉണ്ടെങ്കിലും ഉറക്കളച്ചായാലും ഞാൻ വചനം പ്രഘോഷിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഈ ആത്മാക്കൾ നോക്കിയിരിക്കുകയാണ് ആരുണ്ട് അവരെ സഹായിക്കാൻ. അപ്പൊ ആ മിനിസ്ട്രി കർത്താവ് എനിക്ക് തന്നു. കാണാൻ സാധിക്കും ഏറ്റവും അവർക്ക് വേണ്ടി ചെയ്യാവുന്ന വലിയ കാര്യം കുർബാന, ദിവ്യബലി ആണ്. അത് പച്ചക്കെ ഞാൻ പറയും. നമുക്കറിയാതെ നമുക്ക് രക്ഷ ഉണ്ടായത് കുരിശിലാണ്. കുരിശിലെ യാഗത്തിലൂടെയാണ്. നമ്മൾ വായിക്കുന്നു 2 കൊരിന്ത്യർ അധ്യായം 11:26. നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ആ കുരിശിലെ യാഗം തന്നെയാണ് അർപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ അർപ്പിച്ച ആ ബലി നമുക്ക് സംലഭ്യമാവുകയാണ് നമ്മുടെ കുർബാനയിലൂടെ. ഹല്ലേലൂയ. അവിടെ വാരിച്ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമാക്കുകയാണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നോക്കാം ആ കാൽവരിയിൽ നടത്ത പല സംഭവങ്ങളെ പറ്റി. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 17-ാം അധ്യായത്തിൽ വ്യക്തമായി വായിക്കുന്നുണ്ട്. 27-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 27-ലാണ് കർത്താവിന്റെ കുരിശുമരണത്തെ പറ്റി നമ്മൾ വായിക്കുന്നത്. ഞാനൊരു ചെറിയ ഭാഗം മാത്രം നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നുള്ളൂ.
46 മുതൽ വചനം. മത്തായി 27:46. ഏകദേശം 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലാമാ സബക്താനി. അതായത്, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. അടുത്തു നിന്നവർ ചിലർ പറഞ്ഞു, ഏലിയായെ വിളിക്കുന്നു. ഉടനെ അവരിൽ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞെടുത്ത് വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്കണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തു. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, ഏലിയാ വന്നവനെ രക്ഷിക്കുമെന്ന് നോക്കട്ടെ. യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. അടുത്ത വചനം ശ്രവിക്കുക. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുതൽ താഴെ വരെ രണ്ടായി കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. നിദ്ര ഭാവിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷരായി. ഹല്ലേലൂയ. അതായത്, കാൽവരി ബലി നടക്കുമ്പോൾ ശവക്കല്ലറകൾ തുറക്കപ്പെട്ടു എങ്കിൽ നാം അർപ്പിക്കുന്ന ബലി കല്ലറകൾ തുറക്കപ്പെടുന്നവയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും, മരിച്ചവർക്ക് വേണ്ടി കുർബാനകൾ അർപ്പിക്കണം. നമ്മൾ അതിനെയൊക്കെ വളരെ മോശമായ രീതിയിൽ പറയാറുണ്ട്. അച്ഛന്മാർ കാശുണ്ടാക്കാനുള്ള പണിയാണ്. ഇത് കാശിന്റെ പണിയല്ല മക്കളെ. അതൊക്കെ പറഞ്ഞു പോയ ഒത്തിരി ഉണ്ട്. ഒക്കെ ഞാൻ പല വീഡിയോ കൂടി പറഞ്ഞിട്ടുണ്ട്, പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പച്ചയ്ക്ക്. നമ്മൾ അച്ഛന്മാർക്ക് കാശ് കൊടുക്കുന്ന, അവർക്ക് ധർമ്മക്കാശ് കൊടുക്കും, അവർ ജീവിക്കണ്ടേ. ഹല്ലേലൂയ. അവർക്കും കഞ്ഞി കുടിക്കണ്ടേ. ഒരു ദിവബലിയുടെ വർത്ത്, അതിന്റെ വില നിങ്ങൾക്ക് ആർക്കും നിർണയിക്കത്തില്ല മക്കളെ. യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിന് ആർക്ക് വിലയിടാൻ പറ്റും? ആ ബലി കല്ലറകളെ പിളർക്കുന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. മത്തായി എഴുതിയിരിക്കുന്ന ഈ സുവിശേഷം വെറും ഒരു ഹലൂസിനേഷൻ, മനസ്സിലുണ്ടായ ചിന്തയല്ല. പട്ടണത്തിൽ പലരും കണ്ടു എഴുന്നേറ്റവരെ. ഹല്ലേലൂയ. അവർക്കെല്ലാം പ്രത്യക്ഷമാണ്. അപ്പൊ ഒരു സംഭവമാണ്. കല്ലറ തുറക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യോഹന്നാനിലെ സുവിശേഷം 5:18, കല്ലറയിലുള്ളവർ അവന്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നു, അതാ വന്നു കഴിഞ്ഞു വന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, വിശുദ്ധന്മാരായ ചിലരൊക്കെ കല്ലറയിൽ ചെന്ന് പ്രാർത്ഥിച്ച് കല്ലറയിലൂടെ ഉയർപ്പിച്ച അനുഭവങ്ങളുണ്ട്. ഒരു പോളണ്ടുകാരൻ, ഒരു വൈദികൻ, അദ്ദേഹം ബിഷപ്പായി ഒത്തിരി സ്ഥലങ്ങൾ മേടിച്ചു. അപ്പൊ അവിടുത്തെ ആളുകൾ പറഞ്ഞു, കള്ളപ്പണം കൊണ്ടാണ് സ്ഥലം മേടിച്ചത് എന്ന്. അപ്പോൾ അങ്ങനെ കഥകളെല്ലാം ഉണ്ടാക്കി. ഒടുവിൽ ഈ ബിഷപ്പ് മരിച്ചു കഴിഞ്ഞു. ബിഷപ്പ് ഉണ്ടാക്കിയ ആ സ്ഥലം ഏറ്റെടുക്കാനായിട്ട് പഴയ ഉടമകൾ കോടതിയിൽ ചെന്നു. അപ്പോൾ കത്തോലിക്ക സഭയുടെ എതിരുണ്ടായിരുന്നവര് അതിന് കൂട്ടിരുന്ന് കള്ളസാക്ഷി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കല്ലറയിൽ ചെന്ന് മരിച്ചുപോയ ആരോടാണോ ഈ സ്ഥലം മേടിച്ചത് അവനെ ഉയർപ്പിച്ചു. അവനെയും കൊണ്ട് കോടതിയിൽ ചെന്ന് അവനെ കൊണ്ട് പറയിപ്പിച്ചു, ഈ ബിഷപ്പ് പണം തന്നാണ് സ്ഥലം മേടിച്ചത് എന്ന്. ഇതൊക്കെ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് വിശദമായിട്ട് പറയാൻ നമുക്ക് സമയമില്ല. ഇത് ഞാൻ പറയാൻ കാരണം, പ്രിയമുള്ളവരെ, മരണശേഷം ഒരു ജീവിതമുണ്ട്. ഈ മരണശേഷം നമുക്ക് പാപങ്ങൾക്ക് മോചനം നേടാം, കഴുകലും ശുദ്ധീകരണവും നേടാം. ഇത് വ്യക്തമായി പറയുമ്പോൾ പലരും ഓർക്കും, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ അങ്ങ് ജീവിച്ചാൽ മതിയല്ലോ, അത് കഴിഞ്ഞിട്ട് മോചനമുണ്ടല്ലോ എന്ന ലാഘവ മനസ്സോടെ പലരും ജീവിച്ചെന്ന് വരാം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭയമുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും മലയാളികളോട് ഇത് പറയുമ്പോൾ പ്രിയമുള്ള, അതിനുവേണ്ടിയല്ല ഇവിടെ ഞാൻ പറയുന്നത്. കർത്താവിന്റെ ആ കരുണയുടെ വലിയ സ്നേഹത്തിന്റെ നദി അഥവാ കടലാണ് ശുദ്ധീകരണ സ്ഥലം. ഹല്ലേലൂയ. നമ്മൾ ന്യായമായിട്ടും ചിന്തിക്കണം. ആരും നരകത്തിൽ പോകുന്നില്ല. നരകം ഉണ്ടെങ്കിലും, കാരണം നമുക്കറിയാം, സത്യസഭയാണെങ്കിലും ആരും നരകത്തിൽ പോയെന്ന് പറയുന്നില്ല. ഉണ്ടോ? ജൂലാസോ ഹിറ്റ്ലറോ സ്റ്റാലിനോ ഒന്നും നരകത്തിലാണ് സഭ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ സ്വർഗത്തിൽ പോയവരെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് എനിക്ക് അറിയുന്നത്, ഏത് വ്യക്തിയെയും നമുക്ക് പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ വിടാൻ കഴിയും. നമ്മൾ ആരെയും വിധിക്കരുത് നരകത്തിലാണ് അവനെന്ന്. നമ്മുടെ പൂർവികരായിരിക്കാം, ബദ്ധത്തിലോ സ്വന്തത്തിലോ പെട്ടവരോ മരണം മൂലം വേർപെട്ട ആർക്കും കരുണ കിട്ടാൻ
നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന ഏറ്റവും വലിയ പ്രാർത്ഥന ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഉദാഹരണം, ആലിസ് ഒരു പാപിയ, ആലിസ് പാപം ചെയ്ത് മരിച്ചു, അല്ലെങ്കിൽ റീത്ത പാപം ചെയ്ത് മരിച്ചു, അല്ല ചാക്കോച്ചൻ പാപം ചെയ്ത് മരിച്ചു. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ ചാക്കോച്ചനെ, അന്നമ്മയെ, അല്ലെ സെലിനാമ്മയെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കർത്താവ് എനിക്ക് മാപ്പ് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. ഒരു ഭാര്യയ്ക്കോ ഭർത്താവിനോ മരണം മൂലം വേർപെട്ടാൽ, ഒരപ്പനോ അമ്മയ്ക്കോ മക്കൾ വേർപെട്ടാൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ വേർപെട്ടാൽ, ഏറെ ആ രക്തബന്ധത്തിന്റെ ആ ചൂടുള്ള രക്തത്തിലൂടെ കർത്താവ് എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് ഞാൻ പറയുന്നു. മാത്രമല്ല, അതിന് പരിഹാരം ചെയ്യാൻ ഞാൻ തയ്യാറാകുന്നു. ഒരുപക്ഷെ ഒരു നേരമായിരിക്കാം, അല്ലെ എൻ്റെ ജീവിതത്തിന്റെ ആഡംബരം വെട്ടിച്ചുരുക്കി പാവം കൊടുക്കുകയായിരിക്കാം, അല്ലെ ദിവ്യബലി പോയി സംബന്ധിക്കുക, അല്ലെ ഞാൻ പണം കൊടുത്ത് കുർബാന ചൊല്ലിക്കുക. ഞാൻ പരിഹാരപ്രവൃത്തി ചെയ്യുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ കർത്താവ് എന്നെ കാണുന്നത്. എന്താ കാണുന്നത്? ദൈവമേ, ഈ അച്ഛൻ ഒരു രക്തബന്ധവും ഇല്ലാത്ത സെലിനാമയുടെ പാപങ്ങൾ, ലിഷിയുടെ പാപങ്ങൾ, ജഷിയുടെ പാപങ്ങൾ, ചാക്കോച്ചന്റെ പാപങ്ങൾ, ബിജുവിന്റെ പാപങ്ങൾ ഇതാ ഏറ്റെടുത്ത് അവൻ്റെതായ കണ്ടുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ അവന് കരുണ കൊടുക്കും. നമ്മൾ കുരിശിലേക്ക് നോക്കി അതല്ലേ മക്കളെ കാണുന്നത്? പാപമില്ലാത്തവൻ പാപമായി മാറി. 2 കൊരിന്ത്യർ 5:21. പാപം അറിയാത്ത യേശുക്രിസ്തു അതെ പാപമായി മാറി. പാപമറിയാത്തവൻ എന്ന് പറഞ്ഞാൽ ചെളിക്കുണ്ടി ചാടുന്നവൻ ചെളിക്കുണ്ടൻ എന്ന് പറഞ്ഞത് നമ്മുടെ പാപമാകുന്ന സമത്തിലേക്ക് ചാടി പാപം ഏറ്റെടുത്ത ദീപകുഞ്ഞാട് അതെ കർത്താവിനോട് യാചിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണമേ കർത്താവ്. ഇത് ഭയങ്കര ഒരു പ്രാർത്ഥനയാ മക്കളെ. ഇത് നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ലായിരിക്കും. വലിയ അനുഭവമാണ്. ഞാൻ 2 മിനിറ്റൂടെ പറഞ്ഞ് നിർത്താം. നിങ്ങൾ ഒരു വിഷയം അടുത്ത് കാണും എന്നെ കൊണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾ കണ്ടു എൻ്റെ കയ്യിൽ 2 മുറിവ്. ഇത് കയറ് കെട്ടിയ പാടാണ്. കയ്യിൽ മാത്രമല്ല, കാലിലുമുണ്ട്, തോളിലുമുണ്ട്. 7 വർഷം മുമ്പ് ദുഃഖവെള്ളിയാഴ്ച വൈകിട്ട് ഉറക്കമില്ലാതിരിക്കുന്നു. എൻ്റെ 5 മുറിയിൽ കൂടെയും ചോര പോകുന്നു. ഏകദേശം 1 ലിറ്ററോളം ചോര പോയി. ആ സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച, കർത്താവിനെ കയറുകൊണ്ട് കെട്ടിയിരിക്കുകയാണ്. തോളിലൊരു ഇരുമ്പിന്റെ കുരിശുണ്ട്. കർത്താവ് കറുത്ത് 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 കരിപാളിച്ചിരിക്കുന്നു. പിന്നിൽ കാണുന്നത് ഒരു ലിസ്റ്റാണ്, പാപങ്ങളുടെ ലിസ്റ്റ്, മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ ഓരോ പാപവും ഏറ്റെടുത്ത് ഞാൻ എന്ന് പറഞ്ഞ് മാഫി ചോദിച്ചു. കർത്താവ്, ഞാൻ വ്യഭിചാരം ചെയ്തു, ഞാൻ അബോർഷൻ നടത്തി, ഞാൻ കൊല ചെയ്തു, ഞാൻ കട്ടെടുത്തു. ഇതെല്ലാം എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞ് കർത്താവിന്റെ കരുണയും, നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു കരുണയുടെ മിഷനറിയാണ്. അപ്പോൾ ഞാൻ ഈ പാപങ്ങൾ ഓരോന്നും എടുത്ത് ഇങ്ങനെ, അപ്പോൾ ഞാൻ ഒരു കെട്ടിടത്തിന്റെ അടിനിലയിലാണ്, 3-ാം നിലയിലാണ് വീട്ടുകാർ താമസിക്കുന്നത്. 8 മക്കളുടെ ആ കുടുംബത്തിലെ മക്കൾ പഠിക്കാനാണ് ഇടയ്ക്കുള്ള നിലയിൽ. ഞാൻ വലിയവായി നിലവിളിച്ചു, എന്റെ കർത്താവേ എന്ന് പറഞ്ഞു. ആ 3-ാം നിലയിൽ ഉണ്ടായിരുന്ന ഡോക്ടറും ഭാര്യയും 8 മക്കളും അമ്മയും കൂടെ ഓടിയെത്തി. അപ്പോൾ ഞാൻ വിറയ്ക്കുക. ഡോക്ടർ ചോദിച്ചു, അച്ഛൻ സ്വപ്നവും കണ്ടു? ഞാൻ പറഞ്ഞു, എനിക്കൊരു സ്വപ്നം ഉണ്ടായി. ഞാനിത് പറഞ്ഞു. അപ്പോൾ ഡോക്ടറുടെ ഭാര്യ പറഞ്ഞു, നോക്ക് അച്ഛൻ്റെ കയ്യെ. അപ്പോഴാണ് ഈ പാടുകൾ കാണുന്നത്. പ്രിയമുള്ളവരെ, അന്ന് രാത്രി വേദന കൊണ്ടിരിക്കാൻ മേല, നിൽക്കാൻ മേല. പ്രത്യേകിച്ച് പെടലിക്ക് ഭയങ്കര വേദന. രാവിലെ ഞാൻ പറഞ്ഞു, എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, ഏതെങ്കിലും ഓർത്തോയെ കാണിക്കണം. പെട്ടെന്ന് എന്നെ ഓർത്തോയെ കൊണ്ട് കാണിച്ചു. ഓർത്തോ തപ്പി നോക്കിച്ച് ആദ്യം ചോദിച്ച്, അച്ഛൻ ചുമട് ചുമക്കൂ? ഞാൻ പറഞ്ഞ ഒരു വൈദികനാ, വചനം പ്രഘോഷിക്കുന്ന ആളെ. ചുമട് ചുമക്കുന്നല്ല, ചുമട്ടു തൊഴിലാളികളുടെ രോഗമാണ് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഓപ്പറേഷൻ നടത്തി 2 എല്ലുകൾ മാറ്റി വെക്കണം. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞ ഓസ്ട്രിയയിലാണ്. വേണ്ട, നമുക്ക് അമേരിക്കയ്ക്ക് പോകണം. അമേരിക്കയിൽ ഡോക്ടർമാർ ഇടപാട് ചെയ്തു. പക്ഷേ ഒരു വിസ എനിക്ക് പറ്റുന്നില്ല, ഭയങ്കര വേദനയാണ്. അവിടുന്ന് ഒരു അമേരിക്കക്കാരൻ തന്നെ സ്പെയിനിൽ ഓപ്പറേഷൻ നടത്തുന്നു, എന്നെ അവിടെ കൊണ്ടുപോകുന്നു. അദ്ദേഹം ചോദിച്ചത്, അച്ഛൻ ചുമടെടുക്കുവോ, ബൈബിൾ തോളെ വെക്കുവോ? ഞാൻ പറഞ്ഞു, ഇല്ല. അയ്യോ, അച്ഛൻ്റെ എല്ല് ഞെരിഞ്ഞു, അത് ഓപ്പറേഷൻ നടത്തിയും മതിയാവും, പകരം വേറെ എല്ല് വെക്കണം, അഥവാ പ്ലാസ്റ്റിക് വെക്കണം. എന്നിട്ട് കരഞ്ഞുകൊണ്ട് കത്തോലിക്കൻ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ? ബൈബിളിൽ ഞാൻ എപ്പോഴും വായിക്കുന്നത് കർത്താവിൻ്റെ എല്ലുകൾ തകർന്നില്ല, എന്നാൽ എല്ല് ഞെരിഞ്ഞു എന്ന് എനിക്ക് ബോധ്യമായി.
പ്രിയമുള്ള എൻ്റെ 2 എല്ലും മാറ്റിവെച്ചു. അപ്പോഴാണ് ഞാൻ സ്വസ്ഥനായത്. ഇപ്പോഴും ഞാൻ ആ തലയ്ക്ക് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ അവിടെ എനിക്ക് മാംസം വളരും. ഇതാണ് റോമില് സാക്ഷ്യമായിട്ട് അയച്ചത് എൻ്റെ മുറിവിൻ്റെ സ്ഥിരീകരണത്തിനായിട്ട്. ആ ഡോക്ടർ തന്നെ പറഞ്ഞു, അദ്ദേഹമാണ് ഓപ്പറേഷൻ നടത്തിയത്. അദ്ദേഹം പറഞ്ഞു, അത് ആ വിഷൻ, ആ സ്വപ്നത്തെ കണ്ടത് ആ കുരിശിന്റെ ഭാരം കൊണ്ട് എല്ല് ഞെരുങ്ങിപ്പോയി എന്ന്. പ്രിയമുള്ള, സ്വപ്നങ്ങൾക്ക് അർത്ഥമുണ്ട്. എല്ലാ സ്വപ്നങ്ങളുമല്ല ആത്മാവിലുള്ള സ്വപ്നങ്ങൾ. പ്രിയമക്കളെ, ഞാൻ പറയാൻ കാരണം, യേശുക്രിസ്തു ഇന്നും നമ്മുടെ പാപങ്ങളെ പ്രതി ക്രൂശിതനാകുന്നു, സഹിക്കുന്നു. ഹെബ്രായർ 6:6 ഞങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഹെബ്രായർ 6-ാം-അധ്യായം 6 വചനം സ്വീകരിച്ച് ദൈവസ്നേഹം അനുഭവിച്ച് തമ്പുരാനുമായി ഒന്നിച്ചേർന്നതിന് ശേഷം വീണുപോയാൽ അവനെ പുനരാനയിക്ക പ്രയാസമാണ്. എന്നാൽ അവൻ യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നു. നമുക്കറിയാം, ഉത്ഥാനം ചെയ്ത കർത്താവാണല്ലോ സൗലിനോട് ചോദിച്ചത്, സൗൽ സൗൽ നീ എന്തുകൊണ്ടെന്നെ പീഡിപ്പിക്കുന്നു? ഇന്ന് നമ്മൾ യേശുവിനെ പീഡിപ്പിക്കുന്നുണ്ട്, ക്രൂശിക്കുന്നുണ്ട് നമ്മുടെ പാപങ്ങൾ നിമിത്തം. അത് സത്യമാണ്. പ്രിയമുള്ളവരൊക്കെ കുറെ സത്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നിങ്ങൾ ഏത് തരത്തിലെടുത്താലും നിങ്ങൾ എന്നെ അറിയുന്നവരും ബേബി നിങ്ങൾക്ക് അറിയുന്നവരാണ്. അടുത്ത ആണ്ടിലൂടെ ഞാൻ കാര്യക്ഷമകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതിയപ്പോൾ വിജയപുരത്തിലെ പിതാവ് സെബാസ്റ്റ്യൻ പിതാവ് പറഞ്ഞ, അച്ഛാ, ഇങ്ങനത്തുള്ള പുസ്തകങ്ങൾ പലരും എഴുതിച്ചു മരിച്ചുപോയി, അതുകൊണ്ട് അവരെ ശരിയാണോ ഒരു നടത്തുക. അപ്പം അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. അച്ഛൻ എല്ലാവർക്കും നേരിട്ടറിയാം. അതുകൊണ്ട് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പബ്ലിഷ് ചെയ്യണമെന്ന്. അങ്ങനെയാണ് അദ്ദേഹം അതിന് മുഖവര എഴുതുമല്ല, അതായത് ശുദ്ധാത്മാക്കളുടെ കൂടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. പറഞ്ഞാൽ ഞാൻ പോകും പാതിരാ വരെ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു വിഷയം നമ്മുടെ പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ട്, നമ്മുടെ സ്വന്തത്തിൽപ്പെട്ടവർ തന്നെ അത് ബലിയർപ്പിക്കാത്തത് കൊണ്ടും അവർക്ക് വേണ്ടിയിട്ട് തന്നെ പ്രവൃത്തികൾ ചെയ്യാത്തത് കൊണ്ടും ഒരു പക്ഷെങ്കിൽ അവർ ശുദ്ധ സ്ഥലത്തിലായിരിക്കാം. അതിനും അല്ലെങ്കിൽ തന്നെയും അവർ സ്വർഗത്തിലാണെങ്കിൽ തന്നെയും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് നമ്മുടെ പ്രാർത്ഥനകൾ. അത് നമ്മൾ ഇവിടെ വെച്ച് സമ്മാനങ്ങൾ കൊടുക്കില്ലേ? ഇവിടെ കൊടുക്കുന്ന സമ്മാനം അവർക്ക് കൊടുക്കാൻ പറ്റില്ല. മുട്ടായോ കേക്കോ കള്ളോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ സ്വർഗത്തിൽ നമുക്ക് കൊടുക്കാൻ ആധ്യാത്മിക സമ്മാനങ്ങളാണ് പ്രാർത്ഥന, പരിത്യാഗം, പാവങ്ങളെ സഹായിക്കുക, അതുപോലെ തന്നെ ദീപബലി അർപ്പിക്കുക, പോയി സംബന്ധിക്കുക. ഇതെല്ലാം പ്രിയമുള്ള, ഇപ്പോഴാണെങ്കിൽ ആരെങ്കിലും അറിയുന്നവർ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ ആത്മാവിന്റെ അടുക്കൽ വരും. എന്നോട് പറയാൻ, എനിക്ക് വേണ്ടി ഒരു കുർബാന ചെല്ലണം, എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തണം, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് ഉപവസിക്കാമോ എന്നൊക്കെ പറയും. പ്രിയമുള്ളവരെ, അത് ആത്മാക്കളും മൊത്തമുള്ള ജീവിതത്തിൽ ഞാൻ സന്തോഷിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഞാൻ അനുഭവം നിങ്ങളോട് പങ്കുവെക്കും. നിങ്ങൾ ഏത് തലത്തിൽ എങ്ങനെ എന്നെ നോക്കിയാലും വിമർശിച്ചാലും എനിക്ക് പ്രശ്നമില്ല. മക്കളെ, ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു ആത്മാവുണ്ട്, എനിക്കുമുണ്ട്. നമ്മൾ ഈ ലോകത്തോട് വിട വാങ്ങണം. അത് നമ്മൾ നിത്യമായിട്ട് സ്വർഗത്തിൽ അവിടുത്തെ മുഖാമുഖം കാണണം. അപ്പോൾ അതിനുള്ള ശുദ്ധീകരണമാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ അയൽവക്കക്കാരായിരിക്കാൻ, നമ്മുടെ സഭയിൽപ്പെട്ടവർ ആർക്ക് വേണ്ടി ആയാലും പ്രാർത്ഥിക്കണം, ബലിയർപ്പിക്കണം, അവരെ വിസ്മരിക്കരുത് എന്ന് ആത്മാർത്ഥമായിട്ട് അത് ഞാൻ പറയുകയാണ്. അതുകൊണ്ടാണല്ലോ കത്തോലിക്ക സഭ നവംബർ മാസം ശുദ്ധിയാത്മാക്കളുടെ മാസമാക്കി മാറ്റിയിരിക്കുന്നത്. ഒത്തിരി എനിക്ക് വേദനയുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ചില സഭകളൊന്നും ഈ നവംബർ മാസം ശുദ്ധിയാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവരാണ്, ലത്തീൻകാരുടെയാണെന്നും പറഞ്ഞുകൊണ്ടൊക്കെ റീത്തിന്റെ പേരിലൊക്കെ പറഞ്ഞ് എന്ത് പറഞ്ഞാലും ലോകം മുഴുവൻ നമുക്കറിയാം നവംബർ മാസം എന്ന് പറയുമ്പോൾ ശുദ്ധിയാത്മാക്കളാ മനസ്സിൽ വരുന്നത്. ശവക്കോട്ടെ പോകുന്നു, അലങ്കരിക്കുന്നു, പ്രാർത്ഥനകൾ ചൊല്ലുന്നു ഒക്കെ യൂറോപ്പിലൊക്കെ ചെന്നാൽ കാണാൻ സാധിക്കും. നവംബർ മാസം 2-ാം തീയതി മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും. അങ്ങനെ ഒരു മാസമെങ്കിലും നമുക്ക് അവരെ ഓർക്കാൻ. ഈ ഒരു മാസം പോരാ, എപ്പോഴും നമ്മൾ ഓർക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഈ ചെറിയ പങ്കുവെക്കൽ അവസാനിപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഈ ബോധ്യം കിട്ടുവാനും നിങ്ങൾ ഇങ്ങനെ ഒരു മിനിസ്ട്രിയിലേക്ക് കടന്നു വരാം. നിങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് ഭൗമിക അനുഗ്രഹങ്ങൾ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. നല്ല കാര്യം. പക്ഷേ നമ്മൾ ഓർക്കണം, ഇവിടുത്തെ ജീവിതം ഒരു ടെമ്പററി ലൈഫാണ്. നമ്മുടെ നിത്യമായ ജീവിതം നമുക്ക് വേണം. അപ്പൊ അതിനുവേണ്ടി ഉത്സാഹിക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ യത്നിക്കേണ്ടത് കൂടുതൽ. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ 15:29 1 കൊറിന്തോസ് 15:29 പറയുന്നത്, ഈ ലോക കാര്യങ്ങൾ മാത്രം നേടിയെടുക്കുവാനാണ് നമ്മൾ കർത്താവിൽ വിശ്വാസം വെച്ചിരിക്കുന്നവർ മറ്റാരേക്കാൾ പരിതാപകരത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ ലോകത്തിൽ നമുക്ക് വീസ കിട്ടണം, അക്കരയ്ക്ക് പോകണം, ജോലി കിട്ടണം, അല്ലെങ്കിൽ പെര പണിയണം, കാറ് മേടിക്കും, ഇതെല്ലാം ഇട്ടേച്ച് പോകേണ്ടതല്ലേ? അലക്സാണ്ടർ ചക്രവർത്തി 2 കൈയും പുറത്തിട്ട് ശവപ്പെട്ടി കിടന്ന പോലെ, ഞാൻ ദിഗ്വിജയിയാണ്, ചക്രവർത്തിയാണ്, പക്ഷെ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് കാണിക്കാം.
അപ്പോൾ നമ്മൾ ഈ കെട്ടിപ്പച്ചു പിടിച്ച് വെച്ചിരിക്കുന്ന പണവും ബാങ്ക് അക്കൗണ്ടും സ്വർണവും എല്ലാം പോവും മക്കളെ. നമുക്ക് വെറും കൈയോടെ പോകണം, വെറും കൈയോടെ വരണം. ആ ജോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നതുപോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരുക്കണം. ഞാൻ ശുദ്ധാത്മാക്കളെ പറ്റി പറയുമ്പോൾ നമ്മളെ തന്നെ ആധ്യാത്മിക ജീവിതം ആക്കാനാണ് ഞാനിത് പറയുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഭ ഒന്നാണ്, മഹത്വീകരിക്കപ്പെട്ട സഭ, സഹന സഭ. ഇവിടെ അത് യുദ്ധം ചെയ്യുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ഈ സഭ. ഒരു നിമിഷം കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക. സാധിക്കുമെങ്കിൽ ക്രൂശിതനായ കർത്താവിനെ മനസ്സിൽ ഒന്ന് ധ്യാനിക്കുക. ആ ക്രൂശിക്കപ്പെട്ട കർത്താവ് ലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾ ശരീരത്തിൽ ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുക. ഇന്ന് വരെ ജീവിച്ചിട്ടുള്ളവരെയും ഇപ്പോൾ ജീവിക്കുന്നവരുടെയും ഇനി ജീവിക്കാനുള്ളവരുടെയും പാപങ്ങൾ ആണ് സ്വന്തം ശരീരത്തിൽ പേറിയത്. അവൻ നമ്മളെ പ്രതി പാപമായി മാറി. ക്രൂശിതനായ കർത്താവ്, എനിക്ക് വേണ്ടി ക്രൂശിതനായ കർത്താവ്, എൻ്റെ കുടുംബത്തിന് വേണ്ടി ക്രൂശിതനായ കർത്താവ്, എൻ്റെ നാടിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ക്രൂശിതനായ കർത്താവ്, ഈ ലോകം മുഴുവന് വേണ്ടിയും ക്രൂശിതനായ കർത്താവ്, ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും പേറി ആ കാര്യം ആണികൾ അവസാനത്തെ തുള്ളി ചോര പോലും ഹൃദയം പൊട്ടിച്ചു ചിന്തിച്ച കർത്താവ്, ആ പക്കലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ആഴമായ ക്രിസ്തീയ ബോധ്യങ്ങൾ ഞങ്ങൾ തരണമേ. ക്രിസ്തീയ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിച്ച് കർത്താവെ അങ്ങയുടെ പക്കൽ എത്തിച്ചേരുവാൻ കൃപ തരണമേ. അങ്ങ് ഞങ്ങൾ പറയുന്നത് സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ ഞങ്ങൾ പരിപൂർണതരാകണമെന്ന്. പലപ്പോഴും ഞങ്ങൾ തന്നെ നോക്കിക്കൊണ്ട് പറ്റില്ല, എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ നിമിഷങ്ങളുണ്ട് കർത്താവ്. എന്നാൽ അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. അങ്ങയുടെ ആത്മാവിനെ കൊണ്ട് അസാധ്യമായ യാതൊന്നുമില്ല. പരിശുദ്ധ കന്യാമറിയം അമ്മയാകുമെന്ന് അറിഞ്ഞപ്പോഴും അതെങ്ങനെയെന്നാണല്ലോ ചോദിച്ചത്. അവിടെ കിട്ടിയ മറുപടിയും ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഒരു കന്യകയ്ക്ക് ഗർഭം ധരിച്ച് മനുഷ്യപുത്രനെ പ്രസവിക്കാൻ കഴിഞ്ഞുവെങ്കിൽ കർത്താവ്, പാപികളായ അയുഗരായ ഞങ്ങൾക്ക് ദൈവപുത്രന്മാരായി തീരാനും ദൈവപുത്രിമാരായി തീരാനും നീ എൻ്റെ മകളാകുന്നു, നീ എൻ്റെ മകനാകുന്നു എന്ന് പറഞ്ഞ വചനം കേട്ടുകൊണ്ട് അങ്ങയോട് ഒട്ടിച്ചേർന്ന് ജീവിക്കാനും കഴിയും. അങ്ങനെ ഒരു ജീവിതം തരണമേന്ന് ഞാനിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഇവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻഷിയും അന്നക്കുട്ടിയും കുഞ്ഞമ്മയും ശാലിയും ലിഷയും വിദ്യയും സജികുരനെയും ചിന്നമ്മയും സൂസനയും ജഷിയും മേരിയും യത്താനെയും അന്നമ്മയും ആരിഷിനെയും എല്ലാം കാണുന്ന കർത്താവ്, ബേബിയും എല്ലാവരും ഞാൻ സമർപ്പിക്കുന്ന കർത്താവ്, എല്ലാവരുടെ മേലും കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ നിമിഷമാകട്ടെ. ബോധ്യങ്ങൾ കൊടുക്കൂ പരിശുദ്ധാത്മാവേ. വിജ്ഞാനം പകർന്നു കൊടുക്കൂ കർത്താവ്. വിജ്ഞാനമുള്ളവരുടെ എണ്ണം കൂടുതൽ ലോകത്തിന്റെ രക്ഷയാണല്ലോ കർത്താവ്. ഞങ്ങളുടെ കേരള സഭയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും അടിയും പിടിയും ബഹളവുമാണ് ഞങ്ങളുടെ കത്തോലിക്ക സഭയിൽ പോലും. പ്രീത്തിന്റെ പേരിലും കുരിശിന്റെ പേരിലും കുർബാനയുടെ പേരിലും എല്ലാം അടിപിടി. നാല് കർത്താവ് ഇതെല്ലാം മാറ്റി സ്നേഹത്തിൽ ഐക്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കത്തോലിക്കനും അത് മത്തോമായും അല്ലെങ്കിൽ യാക്കോബായും എല്ലാം ഒന്നിച്ചേരാൻ, യേശുവിന്റെ നാമത്തെ ഒന്നിച്ചു ചേരുവാൻ, യേശുവിന്റെ രക്ഷയിൽ ഒന്നിച്ചു ചേർന്ന് കർത്താവ് ഞങ്ങളുടെ സഭ ഇവിടെ കേരളത്തിൽ ശക്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം കർത്താവ് ഞാൻ ഇവിടെ മാതാപിതാക്കൾ പൂർവികരെല്ലാവരെയും അർപ്പിക്കുന്നു. ഞാൻ ചിലരെയൊക്കെ കാണുന്നു. വിശ്വാസമില്ലാതെ മരിച്ചവർ, കാപട്യ ജീവിതത്തിൽ മരിച്ചവർ, പാപത്തിന്റെ ബന്ധനത്തിൽ കൂരാശ പോലും സ്വീകരിക്കാതെ മരിച്ചവർ, ആത്മഹത്യ ചെയ്തവർ, കൊലപാതകം ചെയ്തവർ. നാഥ, ആ പാപങ്ങൾ ഞാനിപ്പോൾ ഏറ്റെടുത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അവരെയൊക്കെ ഞാൻ എൻ്റെ ബലിയിൽ ഓർക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നാഥ, ഈ നിമിഷം ഈ ബോധ്യങ്ങൾ ഈ മക്കൾക്കും കൊടുക്കൂ. ഒരുശയുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം മാതാപിതാക്കളോ പൂർവികരോ ചെയ്ത പാപത്തിന്റെ ചില ശാപങ്ങൾ, ആ പാപങ്ങളുടെ കോൺസിക്വൻസ് ആയിരിക്കാം. ഈ നിമിഷം അതിൽ നിന്ന് ഇവരെ മോചിപ്പിക്കുവാൻ ദാസൻ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ അങ്ങ് കാണുന്നുണ്ടല്ലോ, വിശ്വാസം പോയ കുഞ്ഞുങ്ങളുണ്ട്. ചീത്തയായ ജീവിതം, ഫോണോഗ്രാഫിക്കും അവർ മൊബൈലിനൊക്കെ അടിമപ്പെട്ട് കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട് എത്തിയവരെ കാണുന്ന അതാ, അവരെല്ലാം മോചിപ്പിക്കണമേ. എല്ലാ ശാപങ്ങളും ബന്ധനങ്ങളും മാറ്റണമേ ദാസൻ പ്രാർത്ഥിക്കുന്നു. അല്ലെ, ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം കുടുംബക്കാരാണ്. ഞാൻ കുടുംബങ്ങളെ കാണുന്ന കുടുംബത്തിലേക്ക് യേശുവെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് മരണം മൂലം വേർപെട്ടവരെ സ്വർഗത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. ശുദ്ധീയ സ്ഥലത്തിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
അവർക്ക് അവരെ തന്നെ രക്ഷിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. അവരിൽ പലരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ ശുദ്ധിയാത്മാക്കളെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിലുള്ള എല്ലാവരുമേ ഞങ്ങളുടെ പൂർവികരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ നിമിഷം ആത്മന ഞാൻ ഇവിടെ സമീപത്തേക്ക് എൻ്റെ കരങ്ങൾ വെച്ചു പോകും. ഇവിടെ ശിരസിലേക്ക് പാപിയും അയോഗ്യനായ ഞാൻ എൻ്റെ കരങ്ങൾ വയ്ക്കുന്നു. എൻ്റെ കൈയല്ല, എൻ്റെ ഈശോയെ അങ്ങയുടെ കൈ വെക്കുന്നു. അങ്ങയുടെ മുറിവിറ്റ കരങ്ങൾ ഞാൻ വയ്ക്കുന്നു. ഇപ്പോൾ ആത്മാവേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരും. ആത്മാവേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരും. പാപബോധം, പശ്ചാത്താപം, പുതിയ ജീവിതം കൊടുക്കൂ. ജീവിക്കും ദൈവത്തിൻ അരൂപിയെ നവ്യമായി വരിൽ പതിക്കണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയെ നവ്യമായി വരിൽ പതിക്കണമേ. ഒരുക്കി ഇവരെ നീ വാർത്തെടുക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഒരുക്കി ഇവരെ നീ വാർത്തെടുക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ജീവിക്കും ദൈവത്തിൻ അരൂപിയെ നവ്യമായി വരിൽ പതിക്കണമേ. നവ്യമായി വരിൽ പതിക്കണമേ. ഹരിയോരിയാലംബരഹരിയോരിയാലല കർത്താവ് കൃപയിലൂടെ മക്കളെ, നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ ഞാൻ ആശീർവദിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു, സ്വതന്ത്രരാക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ വെണ്മ കൊണ്ട് നിറയ്ക്കുന്നു. നിങ്ങളുടെ പൂർവികരെയും അവിടുത്തെ വെണ്മയാൽ ഞാനിപ്പോൾ നിറയ്ക്കുന്നു. രക്ഷയുടെ ആ കവാടം ഏകവഴിയായ യേശുവിന്റെ ഹൃദയത്തിലേക്ക് അർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.